പാടിടാം ഉല്ലാസപ്പൂ ചൂടിടാം മുല്ലപ്പൂവനം പുൽകിടാം പോയി പോയി പോയിടാം പം പം പമ്പയിൽ പുലരിക്കാറ്റിനൂഞ്ഞാലിൽ തല്ലം തല്ലം പാടിടാം ഉല്ലാസപ്പൂ ചൂടിടാം മുല്ലപ്പൂവനം പുൽകിടാം പോയി പോയി പോയിടാം പം പം പമ്പയിൽ പുലരിക്കാറ്റിനൂഞ്ഞാലിൽ നീലവാനം കാണുമ്പോൾ തോണി മെല്ലെ നീങ്ങുമ്പോൾ
ഭവാനി, മിനി പോയ ബസ് ആക്സിഡന്റ് ആയത്രേ. ഒരു കുട്ടി മരിച്ചു. നമ്മുടെ മുഴുക്ക് വല്ലതും പറ്റിയോ? ഏയ് ഇല്ല, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. എവിടെ നോക്കട്ടെ. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പുണ്ടായ ആക്സിഡന്റാ. ആ കോൺവെന്റുകാർ ഇതുവരെ ഒന്നും അറിയിച്ചുകൂടിയില്ല. നീ വേഗം റെഡിയാകും, നമുക്ക് അതുവരെ ഒന്ന് പോവാം. മിനി മേനോന്റെ അതെ. യു ആർ ലക്കി മിസ്റ്റർ മേനോൻ. മിനിക്കൊന്നും പറ്റില്ലല്ലോ. ബട്ട് ഗോഡ് വാസ് നോട്ട് കൈൻഡ് ടു അതേഴ്സ്. ഞങ്ങൾ ഇന്ന് കാലത്ത് പത്രത്തിൽ നിന്നാ വിവരം അറിഞ്ഞത്. അപ്പൊ മിനിയൊന്നും പറഞ്ഞില്ലേ? അതിന് മിനി വീട്ടിലേക്ക് വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. ഇന്നലെ എപ്പോഴാ സിസ്റ്റർ മിനി പോയത്? ഒരു 4 മണിയായി കാണും. സർളാനായർ ഒന്നിച്ചാ പോയത്. ആ, എന്നാലാ സരളയുടെ വീട്ടിലുണ്ടാവും. എവിടെയാണ് ആ കുട്ടിയുടെ വീട്? ദീപക് നഗറില. ഡോക്ടർ KP നായരുടെ മകളാ. ആ മെഡിക്കൽ സെന്ററിലെ. താങ്ക് യു സിസ്റ്റർ. I am Devdas Menon. Please come in. ഇരിക്കും. ഡോക്ടറുടെ മകളുടെ കൂടെയാണ് ഇന്നലെ എന്റെ മകൾ വന്നതെന്നറിഞ്ഞു. അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. മോളെ സരളേ. ഹായ് ആന്റിയോ. മിനി വന്നിട്ടില്ലേ? ഇല്ല, മോള് മിനിയും കൂടിയല്ലേ ഇന്നലെ സ്കൂളിൽ നിന്ന് പോന്നത്? അതെ. അവൾ ഇതുവരെ വീട്ടിലെത്തിയില്ലല്ലോ. എത്തിയില്ലേ? ഇന്നലെ ഞാൻ പോരുമ്പോ മിനി ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ മരിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് പോവാൻ. പക്ഷേ വേഗം വീട്ടിൽ ചെന്നില്ലെങ്കിൽ അമ്മ വിഷമിക്കുമെന്ന് പറഞ്ഞ് അവൾ വന്നില്ല. പിന്നെ അവൾ എവിടെ പോയതാ? ഇനി വല്ല റിലേറ്റീവ്സിന്റെ വീട്ടിലും പോയതായിരിക്കോ? അതിന് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരും ഇവിടെ ഇല്ലല്ലോ. ഫാമിലി ഫ്രണ്ട്? അങ്ങനെയാണെങ്കിൽ അവർ ഫോൺ ചെയ്യാതിരിക്കും. ഏതായാലും പോലീസിൽ അറിയിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. ഇന്നലെ വൈകിട്ട് കാണാതായതല്ലേ. ഡോണ്ട് വറി, കുട്ടി ഇങ്ങ് വരും. ദൈവാധീനം കൊണ്ട് ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ. മിനി വരുമ്പോ ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറയണേ. പറയാം. SI ഉണ്ടോ? ഇല്ല. ഉടനെ വരൂ. ഉടനെ അല്ല, അടുത്തെങ്ങും വരുന്ന ലക്ഷണമില്ല. സസ്പെൻഷനില്ല. ഒരു MLA യുടെ കഴുത്തെ കയറി പിടിച്ചു. അറിഞ്ഞോണ്ട് ചെയ്തതല്ല. കഴുത്തേന്ന് പിടി വിടുന്നതിന് മുമ്പേ കിട്ടി സസ്പെൻഷൻ. ആരാ ഇപ്പൊ ചാർജ്? എന്താ വേണ്ട? ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നാ വാ. ഇരിക്കെ. പരാതിക്കാർക്കൊക്കെ ഇപ്പൊ കസേര കൊടുക്കണമെന്നാ. എന്താ കേസ്? എന്റെ മോൾ ഇതുവരെ സ്കൂളിൽ നിന്ന് വന്നില്ല. അതിന് സ്കൂളിലേക്ക് പോകുന്ന നേരമല്ലേ ആയുള്ളൂ. അവൾ ഇന്നലെ പോയതാ. അത് ശരി. ഇന്നലെ കാണാനായിട്ട് ഇപ്പാണ് പരാതിപ്പെടുന്നത്. കൊച്ചു നാടങ്ങാനും വിട്ടു പോയതാണെങ്കിൽ ഇപ്പൊ തെങ്കാശി ചെന്ന് കാണും. അങ്ങനെ പോകാൻ വഴിയില്ല. കൊച്ചിന് എന്താ പ്രായമുണ്ട്? 15 വയസ്സായി. അപ്പൊ വല്ല ബോയ് ഫ്രണ്ട്സിനോട് പോയതായിരിക്കും. ഏയ്, അവൾക്ക് അങ്ങനെ ബോയ് ഫ്രണ്ട്സ് ആരുമില്ല. അങ്ങനൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേരാ. അവളൊരു എക്സ്കർഷന് പോയതാ. ബസ് ആക്സിഡന്റ് ആയ കാരണം മടങ്ങിപ്പോന്നു. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ആ കോൺവെന്റുകാരുടെ ബസ് അപകടത്തിൽപ്പെട്ടതാണോ? അതെ. ആശുപത്രിയിലൊക്കെ നോക്കിയോ? അതിനവൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്നാണ് കൂടെ പോയ സിസ്റ്റേഴ്സ് പറഞ്ഞത്. വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് പോകുന്നതാ. കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പ് വരെ. സാർ ഒരു കാര്യം ചെയ്യ്, ഒരു പെറ്റീഷൻ എഴുതാ. കൊച്ചിന്റെ പേരും വയസ്സ് പിന്നെ ഒരു അരിമ്പാറ മറുകൊണ്ട് അത് എഴുതിക്കോ. CI ഞാനിപ്പോ വരാം. കുന്നും കയ്യിലേക്ക് പീസിമാരെ വിട്ടോ? 7 മണിക്ക് വിട്ടു സാർ. നന്നായി. മന്ത്രിയുടെ പരിപാടി റദ്ദാക്കിയൊന്നും താൻ അറിഞ്ഞില്ലേ?
രാവിലെ പത്രം വായിക്കുന്ന പതിവില്ല അല്ലേ? സാർ അതിപ്പോ ഈ പത്രം പിന്നെ ആ റൈറ്റർ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചായ കുടിക്കാനായിട്ട് പോയതാ. താനെന്താ അവിടെ? ഒരു പരാതിക്കാർ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് കൈകാര്യം ചെയ്ത് നിന്നതാ. ഇത്തിരി കുഴഞ്ഞ കേസാണെന്നാ തോന്നുന്നേ. ഒരു വലിയ വീട്ടിലെ പെങ്കൊച്ചിനെ അവൻ അടിച്ചോണ്ട് പോയി. പത്രക്കാർ ശല്യം ഉണ്ടാക്കുന്ന ലക്ഷണമാ. ഞാൻ അവരെ സാറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെ. ആ പോവാം. പത്രം വായിക്കാറില്ലേന്ന് രാവിലെ വന്ന് കയറുമ്പോൾ നമ്മൾ തുടങ്ങും വിളിയോട് വിളി. ഒരു സിഗരറ്റ് മുഴുവൻ വലിക്കാൻ സമയം കിട്ടാറില്ല. പത്രം വായിച്ചില്ലേ? കുന്തോ പിടിച്ചോണ്ടിരിക്കാൻ പോയി പത്രം വെച്ച് വായിക്കണോ? കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. ഞാനിത് കൊടുത്തിട്ട് വരാം. ആ പരാതി കൊടുത്തു. നിങ്ങൾ സർക്കിൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടേരെ. ഞാൻ വേണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തെ കണ്ടിട്ട് പോരുമ്പോ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞൊന്നും കൊടുത്തേക്കരുത്. സംഗതി പെശാകും. പുള്ളിക്കാരൻ ഞങ്ങളെ പോലൊന്നും അല്ല. യെസ് കം ഇൻ. ഇരിക്കൂ. കുട്ടി എത്രയിലാ പഠിക്കുന്നത്? 10th. ഫോട്ടോസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, ഉടനെ എത്തിക്കാം. എവിടെ? ഓഹോ, ഐഡന്റിഫൈ ചെയ്തോ? യൂണിഫോമിലാണോ? ശരി, ഒരു കാര്യം ചെയ്യൂ. ഇൻക്വസ്റ്റ് തയ്യാറായിക്കോളൂ. ഞാൻ വരുന്നു. ആളുകളെ ഒന്നും അടുപ്പിക്കണ്ട. മേനോൻ താമസിക്കുന്നത് ആ എസ്റ്റേറ്റ് കവലയുടെ അടുത്താ. എന്നാ നമുക്ക് ഇറങ്ങാം. ഞാൻ ആ കണ്ണഞ്ചോട് വരെ പോകുന്നുണ്ട്. പോകുന്ന വഴി വീട്ടിൽ കയറി കുട്ടിയുടെ ഫോട്ടോ എടുക്കാമല്ലോ. ശരി സാർ. ആ മേനോന്റെ കൊച്ച് 2 ദിവസം കഴിയുമ്പോ ഇങ്ങ് വരും. വല്ല ആമ്പിള്ളേരുടെയും കൂടെ പോയതായിരിക്കുന്നേ. ഒന്നും മിണ്ടാതിരിടോ. ഒരു പെൺകുട്ടിയുടെ ബോഡി റെയിൽവേ ട്രാക്കിനടുത്ത് കിടക്കണമെന്നാ കണ്ണഞ്ചോട്ടിലെ എസ് ഐ വിളിച്ച് പറഞ്ഞത്. ആണോ സാർ? എന്നാ ഞാൻ പറഞ്ഞു തന്നെ. ബോയ് ഫ്രണ്ട് ആവശ്യം കഴിഞ്ഞപ്പം ഇട്ടിട്ട് പോയി കാണും. കൊച്ചു തീവണ്ടിക്ക് തലയും വെച്ച് കാണും. അതൊന്നും അല്ല, പാളത്തിന് പുറത്ത് ബോഡി കിടക്കുന്നെന്നാ പറഞ്ഞത്. ആ, എങ്കിൽ വല്ലതും തല്ലിക്കൊന്നിട്ടായിരിക്കും. എന്നാ പിന്നെ ഈ ഫോട്ടോ ഒക്കെ വേണോ സാർ? അങ്ങനെ നേരെ അങ്ങോട്ടങ്ങ് കൊണ്ടുപോയാൽ പോരെ? മേനോന്റെ ഭാര്യ ഇപ്പൊ ഇത് അറിയണ്ട. ഫോട്ടോ ഏതായാലും കയ്യിലിരിക്കട്ടെ. എന്നാലും പുള്ളിയോട് വിവരം ഒന്ന് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ വല്ല ഹാർട്ട് അറ്റാക്കും ഉണ്ടാവും. വരൂ. ഇരിക്കൂ. നോ താങ്ക്സ്. എത്ര കാലമായി ഇവിടെ താമസമായിട്ട്? 6 വർഷമായി. ഐ സി. എത്ര കുട്ടികളുണ്ട് മേനോന്? ഒരു മകൾ മാത്രമേ ഉള്ളൂ. മേനോൻ എന്ത് ചെയ്യുന്നു? കുറെ കാലം കോൺട്രാക്ട് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മതിയാക്കി ചെറിയൊരു എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇറങ്ങാം. മേനോനും വരൂ. മേനോന്റെ മകൾ സോമനസ്ഥാൻ എവിടെങ്കിലും പോയിരിക്കുമോ? അങ്ങനെ പോകാൻ വഴിയില്ല. ഒരുപക്ഷെ സ്കൂളിന്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും. അങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചു കൂടുന്നില്ല. അല്ല, എന്തെങ്കിലും അപകടം ഉണ്ടായെന്നറിഞ്ഞാൽ തന്നെ അത് നേരിടാൻ മേനോന് ധൈര്യം ഉണ്ടാവണം. ഒരുപക്ഷെ മകൾ മരിച്ചെന്നറിഞ്ഞാൽ പോലും അത് ഫേസ് ചെയ്യാം. ലിസൺ മിസ്റ്റർ മേനോൻ, നിങ്ങൾ എന്റെ മുറിയിലിരിക്കുമ്പോ എനിക്കൊരു ഫോൺ വന്നില്ലേ? കണ്ണഞ്ചോട്ടിലെ എസ് ഐ വിളിച്ചത്. അവിടെ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന്. മേനോൻ വിഷമിക്കണ്ട, അത് നിങ്ങളുടെ മകളായിരിക്കണമെന്നില്ല.
പത്തായി എന്നെ വീട്ടിൽ കൊണ്ടുവിടും. സാർ പിന്നൊരു കാര്യം, ഇന്നലെ 3:30-ക്ക് ശേഷം പരുത്തിക്കര എസ്റ്റേറ്റ് ലൈനിലൂടെ ഏതെങ്കിലും ബസ്സിൽ ഈ കുട്ടി ഉണ്ടായിരുന്നോ നോക്കണം. സാർ ഫോട്ടോ കയ്യിൽ വെച്ചോളൂ. ആരെങ്കിലും ബസ് ജോലിക്കാർ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. ശരി സാർ. എനി ക്ലൂ? സാർ അവിടെ നിന്നും മണം പിടിച്ച നായ പുഴ വരെ ചെന്നു. അവിടെ ചില കാൽപ്പാടുകളും കാണുന്നുണ്ട്. ആരോ പുഴ നീന്തി കിടന്നാവണം. ബോഡി പരിശോധിച്ചോ? പൂവ് പരിക്കൊന്നും കാണാനില്ല. ആഭരണങ്ങളൊന്നും പോയിട്ടില്ല. ആ ബാഗിൽ 200 രൂപയും ഉണ്ട് സാർ. അപ്പോ പണത്തിനല്ല? ട്രെയിനിൽ നിന്ന് ബോഡി തള്ളിയിട്ടതായിരിക്കുമോ? ഏയ്, പരിക്കുകളൊന്നുമില്ലല്ലോ. സാർ അവിടെ ഒരു കാറിന്റെ വീൽപ്പാടുകൾ കാണുന്നുണ്ട്. ഒരു ഒഴിഞ്ഞ സിഗരറ്റ് പാക്കറ്റും കുറെ കുറ്റികളും കിടപ്പുണ്ട്. എവിടെ? സാർ ആ നായെ കൊണ്ടുവരാൻ പറയൂ. നായ കൊണ്ടുവരും. ആ പാക്കറ്റ് മുളപ്പിക്കൂ. ആ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ വിവരം അറിയിക്കണം. സാർ. അവർ വരുന്നവരെ എല്ലാ സ്ഥലത്തും കാവൽ വേണം. സാർ. FIR എഴുതിക്കൊള്ളൂ. സസ്പീഷ്യസ് ഡെത്തായി രജിസ്റ്റർ ചെയ്താൽ മതി. പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തോളൂ. യെസ് സാർ. ബോഡി ആദ്യം കണ്ടതാരാ? ഒരു പത്രക്കാരൻ പയ്യനാ സാർ. സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ ഒരു ചായക്കടക്കാരനാ. അയാൾ അവിടെ നിർത്തിയിട്ടുണ്ട്. വല്ല വിവരം അറിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിനി ആ ബസ് അപകടത്തിൽ മരിച്ചു എന്ന് കരുതിയാ മതി. നമ്മുടെ മോൾ, അവൾക്ക് എന്താ പറ്റിയത്? പറയൂ. നമ്മുടെ മോൾ മരിച്ചുപോയി. മിനിയെ ആരോ കൊന്നു ഭവാനി. ഭവാനി, മീനാക്ഷി കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ഭവാനി. കൊച്ചമ്മേ, കൊച്ചമ്മേ, ഭവാനി. കൊച്ചമ്മേ. ആരാ ആദ്യം ശവം കണ്ടത്? ഇവനാ. ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. എപ്പോഴാ കണ്ടത്? രാവിലെ പത്രം വരാൻ പോയപ്പോഴാ. എത്ര മണിക്ക്? ഒരു 5:30 മണിയായി കാണും. നീ ആ കുട്ടിയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. താനോ? ഇല്ല സർ. ഇവൻ വന്ന് പറഞ്ഞപ്പോ സത്യമാണെന്നറിയാൻ ഞാൻ പോയി നോക്കിയതാ. സാർ, ഇന്നലെ രാത്രി ഇതുപോലൊരു കുട്ടിയെ കണ്ട ഒരാളുണ്ട്. ആരാ? ഒരു മുറുക്കാൻ കടക്കാരനാ. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളെ വിളിക്ക്. സാർ. ആ, നിങ്ങൾ വിളിക്കോ. വിളിക്കുമ്പോ വരണം. ഓ. തന്റെ പേരെന്താ? നാരായണൻ. ഇന്നലെ രാത്രി താൻ ഒരു പെൺകുട്ടിയെ കണ്ടോ? ആ കണ്ടു സർ. ആ കുട്ടി തന്നെയാണോ മരിച്ചതെന്ന് അറിയാമല്ലോ സർ. ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കേട്ടിട്ട് താൻ പോയി നോക്കിയില്ലേ? ദുർമരണം കണ്ട ഉറക്കം വരില്ല സർ. താൻ എപ്പോഴായി കുട്ടിയെ കണ്ടത്? രാത്രി ഒരു 7:30 ആയി കാണും. എവിടെ വെച്ച്? എന്റെ കടയിൽ വെച്ചാ. എന്തിനാ കൊച്ചു കടയിൽ വന്നത്? സിഗരറ്റ് മേടിക്കാൻ. പെൺകുട്ടി സിഗരറ്റ് മേടിക്കാൻ വന്നു? അല്ല സർ, ആ കുട്ടിയുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവരെന്ത് പ്രായം വരും? ഒരു 10-20 വയസ്സ് വരും.
രാത്രി അവരവിടെ വന്ന എന്തിനാണെന്നറിയോ? അത് ഞാൻ ചോദിച്ചില്ല. താൻ കണ്ട കുട്ടി തന്നെയാണോ ഇത്? അത് പറയാൻ പറ്റില്ല സാർ, ഞാൻ ശരിക്കും കണ്ടില്ല. പിന്നെ താൻ എന്താണോ കണ്ടത്? ഓ, ഈ പ്രായത്തിൽ ഒരു കൊച്ചിനെ കണ്ടെന്നാ പറഞ്ഞത്. അവര് സ്കൂട്ടറിലാ വന്നത്. സ്കൂട്ടർ റോഡിന്റെ മറുവശത്ത് വെച്ചിട്ടാ ആ പയ്യൻ കടയിലേക്ക് വന്നത്. പെൺകൊച്ചു വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കായിരുന്നു. ആ പയ്യനെ തന്നെ കണ്ടാ തിരിച്ചറിയോ? അതറിയും സാർ. പയ്യൻ എങ്ങനെ, പൊക്കമുണ്ടോ? പൊക്കമുണ്ട്, നല്ല വെളുത്തിട്ടാ, ഒരു കിളുന്ത് മീശം വെച്ചിട്ടുണ്ട്. അവൻ ഏത് സിഗരറ്റാ വാങ്ങിയത്? അത് ഞാൻ ഓർക്കുന്നില്ല സാർ. ചാംസ് ആണോ? അറിയില്ല സാർ. എത്ര സിഗരറ്റാ വാങ്ങിയത്? പാക്കറ്റാണോ? ആണെന്നാ തോന്നുന്നത്. ശരി, താൻ പോയിക്കോളൂ. ആ പയ്യനെ എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ ഇവിടെ വിവരം അറിയിക്കണം. ഓ, ആ കിളിയെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആ പെങ്കൊച്ച് ഇന്നലെ അയാളുടെ ബസ്സിലുണ്ടായിരുന്നു പറയുന്നു. ആ, വരാൻ പറയൂ. കയറി നിൽക്കണം അങ്ങോട്ട്. ഇന്നലെ എപ്പോഴാ പെൺകുട്ടി തന്നെ ബസ്സിൽ കയറിയത്? ഇന്നലെ 3:15 ചാലിലുണ്ടായിരുന്നു. അങ്ങോട്ട് പറയടാ. എവിടെന്നാ കയറിയത്? സ്കൂളിന്റെ മുമ്പിൽ നിന്ന് എസ്റ്റേറ്റ് കവലയിൽ ഇറങ്ങി. എത്ര മണിക്ക്? 4:22. 4:22. പേര് കൃത്യം. നീ എന്താ ഓരോരുത്തർ ഇറങ്ങുന്ന സമയം കുറിച്ച് വെക്കോ? അയ്യോ അതല്ല, 4:22 എസ്റ്റേറ്റ് കവലയിൽ എത്തിയാലേ 4:24 കാവുംഭാഗത്ത് എത്താൻ പറ്റുള്ളൂ. 4:25 മേനോൻ വരും. മേനോനോ? ഒരു ബസ്സിന്റെ പേരാ സാറേ. 4:25 മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നില്ലെങ്കിൽ മറ്റേ ബസ് ഹൗസ്ഫുൾ ആയിരിക്കും. ഇന്നലെ കാവുംഭാഗത്ത് ചെന്ന് ഹൗസ്ഫുള്ളാക്കി വിടുമ്പോഴാണ് മേനോൻ വന്നത്. അതുകൊണ്ടാ 4:22 പറഞ്ഞത്. കുട്ടി ഒറ്റയ്ക്കാണോ ഇറങ്ങിയത്? അതെ സാർ. ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സാർ, സാധാരണ ആളുള്ള സ്റ്റോപ്പ് അല്ല അത്. ബസിന്റെ പിന്നാലെ സ്കൂട്ടറിൽ ഒരു ചെറുപ്പക്കാരൻ നീ കണ്ടോ? ഞാൻ മുമ്പിൽ തടവറിലാണ് നിൽക്കുന്നത്. നീ മുന്നിൽ നിൽക്കുവല്ലേ? പെമ്പിള്ളേർ കയറുന്ന മുമ്പിൽ കൂടാണല്ലോ. ഈ കുട്ടി ഇറങ്ങിയത് ഓർത്തിരിക്കാൻ എന്താ കാര്യം? മിനിയെ എനിക്കറിയാം. എങ്ങനെ അറിയാം? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുടെ ഒക്കെ പേര് കുമാരി പഠിച്ചു നോക്കാം സാർ. SP ആണ്. പൊയ്ക്കോ. ശരി സാർ. ഇരിക്കൂ. ആ ദേവദാസ് മേനോന്റെ മകളുടെ കേസ് എന്തായി? DIG വിളിച്ചിരുന്നു. അന്വേഷണം തുടങ്ങി സർ. ഞാൻ കണ്ണഞ്ചോട് സ്റ്റേഷനിൽ പോയിരുന്നു. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സർ. എനി ഇൻഫർമേഷൻ? കുട്ടി 4:30 മുമ്പ് എസ്റ്റേറ്റ് കവലയിൽ ഇറങ്ങിയെന്നാണ് ബസ്സിലെ ഒരു ജീവനക്കാരൻ പറയുന്നത്. എന്നിട്ട് വീട്ടിലെത്തിയില്ല? അതറിയില്ല സർ. എത്താൻ വഴിയില്ല. എക്സ്കർഷന് കൊണ്ടുപോയ ബാഗും മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയല്ലോ. വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ ബാഗ് അവിടെ വെക്കുമായിരുന്നു. ഒരുപക്ഷെ സ്കൂട്ടറിൽ വന്ന പയ്യൻ മിനിയെ പിക്ക് ചെയ്താണോ? പോസിബിൾ. പക്ഷെ ബോഡി റെയിലിടായിരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും കണ്ട് പെട്ടെന്ന് ശവം ഇട്ടിട്ട് ഓടിയതായിരിക്കും സർ. എങ്കിലത് കണ്ട ആരെങ്കിലും ഉണ്ടാണമല്ലോ. അയാളെ എങ്ങനെ കിട്ടും? എന്തെങ്കിലും ഓഫർ വെച്ചാൽ ഒരു പക്ഷെ മുന്നോട്ട് വന്നേക്കും. തനി ഏതായാലും വരില്ല സർ. സാക്ഷി പറയാൻ നടക്കാൻ ആർക്കാ താല്പര്യം സർ? ഈ ഘട്ടത്തിൽ അത് ഡിപ്പാർട്ട്മെന്റിനായി വേണ്ട സർ. വേണമെങ്കിൽ മേനോന്റെ പേരിൽ ചെയ്യിക്കാം സർ. മിനിയുടെ മുറി സെർച്ച് ചെയ്യാം. ഇനി ആ സ്കൂട്ടറിൽ വന്ന ചെറുപ്പക്കാരനെയും കണ്ടുപിടിക്കണം. ഇതാണ് എസ്റ്റേറ്റ് കവല സർ. ഇവിടെയാണ് മിനി ബസ് ഇറങ്ങിയത്. ആ കുട്ടി ഇന്നലെ ഇവിടെ വന്നിറങ്ങുന്നത് കണ്ടോന്ന് ആ കടയിൽ തിരക്കണം. പോവാം. ചേട്ടാ, ഇതിനകത്തൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവൻ മുങ്ങിയോ? അവനെന്താ ഓടുന്നു സാർ? എന്തോ പെശകൊണ്ടല്ലോ. ഏതായാലും കട അടയ്ക്കാതെ പോയല്ലേ, തിരിച്ചു വരും. നമുക്കിവിടെ നിൽക്കാം. അതെ, വെറുതെ ആ പാവപ്പെട്ടവന്റെ സോഡ എടുത്തോടി. പേടിക്കാനൊന്നുമില്ല, ഷോക്കിന്റെയാ. കുറച്ചു കഴിഞ്ഞാൽ ശരിയായിക്കോളും. വരട്ടെ.
റൂറൽ SP മിസ്റ്റർ മുഹമ്മദ് ബഷീർ. ഹലോ മിസ്റ്റർ മേനോൻ. വരൂ. മൈ കണ്ടോളൻസസ്. ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലെന്നറിയാം. എങ്കിലും ചില കാര്യങ്ങൾ അറിയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് മിനിയുടെ മുറി ഒന്ന് പരിശോധിക്കണം. അതെന്താ? വരൂ. ഇതാണ് മിനിയുടെ മുറി. ഇന്നലെ മേനോൻ ഓഫീസിൽ നിന്ന് എപ്പോ എത്തി? ഇന്നലെ ഞാൻ കൊല്ലത്തായിരുന്നു. കൊല്ലത്ത്? അവിടെ ഞങ്ങൾ എക്സ്പോർട്ടേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഹോട്ടൽ കാർത്തികയിൽ. എത്ര മണിക്ക് ഇവിടെ എത്തി? ഇൻഫാക്ട് ഞാൻ 7 മണിക്ക് ആലുവയിൽ എത്തിയതാ. അവിടെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ട് റിറ്റ്സ് ബാർ വരെ ഒന്ന് പോയി. ഇവിടെ എത്തിയപ്പോ ഏതാണ്ട് 10:30 കാണും. ഇന്നലെ വൈഫും വേലക്കാരിയും പുറത്തെവിടെയെങ്കിലും പോയതായി പറഞ്ഞു? ഇല്ല. മിനിക്ക് ബോയ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ല, ഏതെങ്കിലും ആൺകുട്ടിയെ കുറിച്ച് മിനി എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇനി എന്റെ വൈഫിന് എന്തെങ്കിലും? അവരെ ഒന്ന് വിളിക്കാമോ? സോറി, സെഡേറ്റ് കുത്തിവെച്ചിരിക്കുക, ഉറങ്ങുകയാണ്. സാർ, ഈ പയ്യനാരാണ്? അറിയില്ല. ആ വേലക്കാരി ഒന്ന് വിളിക്കൂ. ആ സ്കൂട്ടറിൽ വന്ന പയ്യൻ ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. സാർ, ആ ഡോക്ടറുടെ മകളെ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? അതിനു മുമ്പ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമോ നോക്കൂ. ഇന്നലെ നിങ്ങളും മിസസ് മേനോനും പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ? ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? വീട്ടിൽ പോയി. മേനോൻ പോയി കഴിഞ്ഞാണോ നിങ്ങൾ പോയത്? അതെ, സാറ് മിനിക്കുഞ്ഞിനെയും കൊണ്ട് കാലത്തെ പോയി. ഞാൻ 10 മണി കഴിഞ്ഞാ പോയത്. എന്തിനാ പെട്ടെന്ന് വീട്ടിൽ പോയത്? മോനെ കാണാൻ പോയതാ. ഇടയ്ക്കൊക്കെ കാലത്തെ പണിയൊതുക്കിയിട്ട് പോകാറുണ്ട്. 10:30 ബസ്സിൽ പോയാൽ രാത്രി 8 മണിയാവുമ്പോഴേക്ക് തിരിച്ചു വരാം. ഇന്നലെയും ആ ബസ്സിൽ തന്നെ തിരിച്ചു വന്നോ? വന്നു. എവിടെയാ നിങ്ങളുടെ വീട്? കോന്നാട്ട്. ഭർത്താവിന് എന്താ ജോലി? അയാൾ എന്നെ ഉപേക്ഷിച്ചതാ. ഒരു മോനുള്ളത് ആങ്ങളുടെ കൂടെയാ. അവനെ കാണാനാ ഞാൻ പോകുന്നത്. ഇവിടെ മിനിയെ കാണാൻ ആൺകുട്ടികൾ ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല. ഇന്നലെ ആരെങ്കിലും വന്നതായി മിസസ് മേനോൻ പറഞ്ഞോ? ഇല്ല. ഇവിടെ അടുത്തുള്ള വീടുകളിൽ മിനി പോകാറുണ്ടോ? ഇല്ല, ഇവിടെ അടുത്ത് അങ്ങനെ വീടുകളൊന്നുമില്ല. ഐ സി. ശരി, പോയിക്കൊള്ളൂ. ആ പയ്യൻ വരുന്നുണ്ട് സാർ. ആ വരട്ടെ. വിൽസ് വലിക്കണം സാർ. ആഹാ, ഇതുണ്ടായിരുന്നു. അവിടെ എന്തിനാ ഞങ്ങളെ കണ്ട പോടിയത്? ഞാൻ വീട്ടിൽ പോയതാ. വീട്ടിൽ പോയോ? എന്തിന്? അപ്പച്ചനെ വിളിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്തു നിന്റെ അപ്പച്ചൻ? അപ്പച്ചൻ വീട്ടിലില്ല. പോലീസുകാരെ കണ്ടപ്പോ നീ എന്തിനാ അപ്പച്ചനെ വിളിക്കുന്നത്? പോലീസുകാർ കടയിൽ നിന്ന് ഓരോന്ന് എടുക്കും, കാശ് തരില്ല. അപ്പച്ചനോട് വന്ന് കാശ് മേടിക്കാൻ പറയാൻ പോയതാ. ആഹാ, നിന്റെ തന്ത പോലീസുകാരുടെ കാശ് മേടിക്കില്ലടാ. ഇവൻ തന്തയെ ഒളിപ്പിക്കാൻ പോയ ലക്ഷണമാ. അയാളിപ്പോ മുങ്ങിക്കാണും. ആ, മുങ്ങിയവനൊക്കെ താനേ പൊങ്ങും. ഇവനെ ഒക്കെ കൊണ്ടുപോവാ. കള്ളത്താ തിരുമാലി, നിന്റെ സ്റ്റെപ്പ് കട്ടിങ് ഉണ്ടല്ലോ, അത് ഞാൻ മൊട്ട അടിച്ച് താറടിക്കും. കടടേക്കാ. നീയാണോ ഇവിടെ സ്ഥിരം ഇരിപ്പ്? അപ്പച്ചനാ. ഇന്നലെ നീയല്ലേ ഇവിടെ ഇരുന്നത്? അല്ല. പിന്നെ ഇന്നെന്തായിരിക്കാന്ന് വെച്ചേ? നീ ഞായറാഴ്ചയല്ലേ?
ഞായറാഴ്ച സ്കൂളിൽ പോയാലും തരാ ഡോടോ ഇവന്റെ വീട് എവിടാന്ന് എനിക്കറിയോ? അറിയാം. എവിടാ? ഇവിടെ അടുത്താ. ഇവിടെ അടുത്താണോ? അതെ സാർ. എന്നാ ഇവനെ ഞങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ തന്തോട് എന്ന് പറഞ്ഞേര്. ഇവനെ ഇങ്ങനെ ഒറ്റ കഷ്ടപ്പാടിനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇവന്റെ തന്തയോട് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണം. മനസ്സിലായോ? ആ, എന്താ എന്റെ പേര്? വാസു. വാസു. ചെല്ലേ എടോടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. കരടച്ച് കഴിഞ്ഞ നേരെ ജീപ്പിലോട്ട് കയറിക്കേ. ശരി സാർ. സാർ, കടക്കാരൻ ഒടുവില്ല. അയാളുടെ മോനുകളുണ്ട്. അവനെ കൊണ്ടുപോയ തന്ത അന്വേഷിച്ച് വന്നോളൂ. ശരി, പോകാം. ആരാണ് അവിടെ? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. എവിടെ പോയെന്നാ ചോദിച്ചു? കൊടിയന്നൂർ വരെ പോയിരിക്കുവാ. എപ്പോ വരും? സന്ധ്യയാവും. ഈ ആളാണോ ഇന്നലെ രാത്രി സ്കൂട്ടറിൽ ഒരു പെൺകുട്ടിയായിട്ടോട് വന്നത്? ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. വേറെ ആരാ ഉണ്ടായിരുന്നത്? എനിക്കറിയില്ല സാർ. എന്നാലും ഒരു കാര്യം, ധാരാളം വന്നാലുള്ള പരുത്തിക്കര സ്റ്റേഷൻ വരാൻ പറയണം. എത്ര വയ്യാലും വരാൻ പറയണം. ഞങ്ങളെ പിന്നെയും കൂടെ നടത്തിക്കരുത് സാർ. ആ പടത്തിൽ കിടന്ന ആളെ എനിക്കറിയാം. അതല്ലോടെ തന്നോട് നേരത്തെ ശുദ്ധ മലയാളത്തിൽ ചോദിച്ചത്. ആരാ? സാജൻ തോമസ്. ആ കോളേജിൽ പഠിക്കണതാ. ആ, അത് മനസ്സിലായി. തനിക്ക് എങ്ങനെയാ പരിചയം? ബാസ്കറ്റ്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പാർട്ടി എങ്ങനാ? പൈസ കാണോ? അതറിയില്ല. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. കളിക്കുന്നുണ്ടുള്ള പരിചയമുള്ളൂ. എടോ, ഞാനേ പോലീസ് സ്റ്റേഷനിൽ ആളെടുക്കാൻ വന്നല്ല, അന്വേഷിക്കുന്ന ഒരു കൊലക്കേസാ. അതിന് പറ്റിയ വിവരമല്ലോണ്ട് പറയണം. മനസ്സിലായോ? ആ, മനസ്സിലായി. ആ വയസ്സിനോട് ഇല്ല സാർ. എന്നാ കളിയാന്നറിയാൻ മേല. നമ്മൾ അന്വേഷിച്ചിരുന്ന മുറുക്കാങ്കടക്കാരെല്ലാം ഒളിവില. പിന്നെ താനെന്താ ഇത്ര വൈകിയത്? ഞാൻ ആ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് അന്വേഷിക്കായിരുന്നു. പയ്യൻ ബാസ്കറ്റ് ബോൾ കളിക്കാറുണ്ടെന്ന് വിവരം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്താ പറയുവാനും. സാർ, ആ പയ്യന്റെ പടം. സാർ, SP. ഇരിക്കൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സർ. ബലാത്സംഗം നടന്നിട്ടില്ല. റേപ്പ് അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും മോട്ടീവ്? ക്വൈറ്റ് ബാഫ്ലിംഗ്. ചിലപ്പോ ഉദ്ദേശം അത് തന്നെ ആയിരുന്നിരിക്കും. വഴങ്ങാതിരുന്നപ്പോ ബലം പ്രയോഗിച്ച് കാണും. പിന്നെ മരണം നടന്നത് 4:30ക്കും 5:30ക്കും ഇടയ്ക്കാണെന്നാണ് റിപ്പോർട്ട്. ഒന്നത് കഴുത്ത് ഞെരിച്ചാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ഇല്ലേ? ഇല്ല. മിസ്സസ് നായർ? മമ്മിയും ഡാഡി ഹോസ്പിറ്റലിൽ പോയി. യു ആർ സരള? യാ. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. വരൂ. സോറി, പവർ കട്ടാണ്. ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോ മിനി ആരെങ്കിലും കാണുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല, വീട്ടിൽ പോകുന്നെന്നാ പറഞ്ഞത്. വീട്ടിൽ ചെന്നിട്ട് മമ്മിയും കൂട്ടി ആ മരിച്ച കുട്ടിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ഞാനും മമ്മിയും കൂടെ ചെല്ലുമ്പോൾ മിനി ഇല്ലായിരുന്നു. 7 മണിവരെ കാത്തിട്ടും കണ്ടില്ല. തിരിച്ചു വന്ന് മിനിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ആദ്യം റോങ് നമ്പർ കിട്ടി. പിന്നെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു. ഒരു പ്രാവശ്യം റിങ് ചെയ്തിട്ട് കട്ടായിപ്പോയി. പിന്നെ എൻഗേജ് ടോൺ തന്നെ. മിനിക്ക് കോളേജിൽ പഠിക്കുന്ന ബോയ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. നമ്പ്യാർ, ആ പടവിങ്ങെടുക്കൂ. ഇയാളെ അറിയുമോ? അത് സാജൻ തോമസാ. സാജനും മിനിയുമായി പരിചയമുണ്ടായിരുന്നു. പക്ഷെ മിനി ആകെ 2-3 പ്രാവശ്യമേ സാജനെ കണ്ടിട്ടുള്ളൂ. എങ്ങനെയാണ് മിനി സാജനെ പരിചയപ്പെട്ടത്? 1 മാസം മുൻപ് YMCയിൽ ഞങ്ങളെല്ലാം ബാസ്കറ്റ്ബോൾ മാച്ച് കാണാൻ പോയി. അന്ന് സാജനായിരുന്നു ടോപ്പ് സ്കോറർ. അതിനുശേഷം മിനി സാജനൊരു കൺഗ്രാറ്റുലേഷൻ കാർഡ് അയച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ സാജന്റെ ഒരു താങ്ക് യു കാർഡ് വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സാജൻ വന്ന സ്കൂട്ടറിൽ നിർത്തി മിനി ആരാണെന്ന് ചോദിച്ചു. മിനി വലിയ ത്രിൽഡ് ആയിപ്പോയി. അന്നെന്ത് തമാശ പറഞ്ഞു. പിന്നെ 1-2 പ്രാവശ്യം അവർ തമ്മിൽ കണ്ടിട്ടുണ്ട്. സാജൻ സ്കൂട്ടറിൽ മിനിയെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ സാജൻ ആ വഴിക്ക് വന്നിരുന്നോ? ഇല്ല. താങ്ക് യു സരള. മിനിയുടെ കാര്യം സരളെ അറിഞ്ഞു കാണുമെന്ന് ഞങ്ങൾ കരുതി. സംതിങ് ടെറിബിൾ ഹാസ് ഹാപ്പൻഡ്. ഷീ ഈസ് നോ മോർ.
ആരാ സാജൻ തോമസ്? സാജൻ ഓൾ സയൻസിൽ പഠിക്കുന്ന ഒരു മിനിമനെ അറിയും? അറിയാം സാർ. ഇന്നലെ ആ കുട്ടിയെ കണ്ടോ? ഇല്ല, എസ്കേഷൻ വിട്ട് ആക്സിഡന്റ് ആയ കാരണം മിനി ഇന്നലെ തന്നെ മടങ്ങി അറിയാം. എന്നിട്ട് സാജൻ മിനിയെ കണ്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്റെ ഒരു നെയ്ബർ മിനിയുടെ കൂടെ എസ്കേഷന് പോയിരുന്നു. കാലത്ത് പത്രത്തിൽ നിന്ന് ആക്സിഡന്റ് വരെ അറിഞ്ഞപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു. മിനിക്ക് അപകടമൊന്നുമില്ലെന്ന് അറിഞ്ഞു. ആക്സിഡന്റ് കഴിഞ്ഞ് സ്കൂളിലെത്തിയ മിനി വീട്ടിലേക്ക് ബസ്സിൽ പോകുമ്പോ സാജൻ സ്കൂട്ടറിൽ പിന്നാലെ ഉണ്ടായിരുന്നുവെന്ന് മിനിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞല്ലോ. മിനി എവിടെയാണ് ഇറങ്ങിയത്? ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു. മഹാരാജസിൽ മാച്ചിന് പോയിരുന്നു. ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി 9 മണിക്കാണ് വന്നത്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ എന്റെ ഫോട്ടോയും റിപ്പോർട്ടും ഉണ്ട്. സോ വി ഗോട്ട് ദ റോങ് ഇൻഫർമേഷൻ. സോറി മിസ്റ്റർ സാജൻ, എനിക്ക് എന്ത് സംഭവിച്ചൊന്നും സാജൻ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല സാർ. എന്ത് പറ്റി? ഷീ ഈസ് നോ മോർ. സമൺ കിൽഡ് ഹർ. സാജൻ മിനിയുമായി ക്ലോസ് ആയിരുന്നു അല്ലേ? ആയിരുന്നു സാർ. ആരാ മിനി മേനോൻ? കാർഡ് കിട്ടി. ഞാനും ഒരു കാർഡ് അയച്ചിരുന്നു. സിസ്റ്റേഴ്സ് പിടിച്ചോ? ഇല്ല. മരിച്ചു കളിച്ചിട്ടാ ജയിച്ചത്. എന്നിട്ട് വെറും ഒരു കാർഡ്. അതുപോരാ, തരുന്നെങ്കിൽ എന്തെങ്കിലും സമ്മാനം തരണം. ഇത് കൊച്ചു പിള്ളേർക്കുള്ളതല്ലേ? പിന്നെന്ത് വേണം? ആ പൂ തരൂ. പൂ എന്തിനാ? തരാൻ ഇഷ്ടമല്ല, അത് പറഞ്ഞാൽ മതി. എന്തിനാ അതിനൊന്നും ചോദിക്കണ്ട. താങ്ക് യു. പൂ കൊണ്ടായാലേ പൂമാലയെ തിരിച്ചു കൊടുക്കണം. കഴുത്തിലിട്ട് കൊടുത്താൽ മതി. ഒന്ന് പോടി. മാല പൊന്നുകൊണ്ടായാലോ? ഒരു താലി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിനി മിണ്ടില്ല. ആരായാള്? ഈ കുട്ടിയുടെ അച്ഛനാണ് സാർ. അകത്തേക്ക് വാ. തന്റെ പേരെന്താ? അച്ഛൻ കുഞ്ഞെന്നാ. എന്റെ മോനെയും കൂടി പിടിച്ചോണ്ട് പോന്നെന്ന് അറിഞ്ഞു. തന്റെ മോൻ എന്തിനാ പോലീസുകാരെ കാണുമ്പോ ഓടുന്നത്? അത് കൊള്ളാം. പോലീസ് ജീപ്പ് കൊണ്ടൊന്ന് കടയുടെ മുമ്പിൽ നിർത്തിയാൽ അവൻ ഓടാതിരിക്കാൻ പറ്റുമോ? ഏമാനെ അവന് മനസ്സിലായി പോലീസ് എന്നെ പൊക്കാമെന്നാണ്. അന്തേ പോലീസ് തല്ലണ്ടല്ലോ എന്ന് കരുതി അവൻ ഓടി ഒന്ന് വിവരം പറഞ്ഞതാ. പോലീസ് തന്നെ തല്ലുന്ന എന്തിനാ? പോലീസ് ആളെ തല്ലുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നാ പറയാനാ? തല്ലി കഴിഞ്ഞിട്ട് അവർ കാര്യം പറയത്തുള്ളൂ. അതിന് താനിതിനു മുമ്പ് തല്ലുകൊണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി നല്ല ചാരായ ഉണ്ടാക്കി വിൽക്കും. എങ്ങാനും പിടിവിട്ട് പോയാൽ പിന്നെ ഇടിയോടി ഇടി തന്നെയാ. അത് ശരി, കൊട്ടുപൊടി കച്ചവടക്കാരനാണല്ലേ? എന്റെ ചാരായം കൊട്ടുപൊടിയൊന്നുമല്ല സാറേ, നല്ല സ്വയംഭ സാധനമാണ്. സർക്കാരിന്റെ ചാരായം കുടിച്ചിട്ട് ആളുകൾ ചത്തിട്ടുള്ളൂ. എന്റെ ചാരായം കുടിച്ചിട്ട് ഇന്നുവരെ ഒരുത്തരും ചത്തിട്ടില്ല. ചോദിച്ചതിന് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഓ, ഇന്നലെ താനായിരുന്നോ മകനായിരുന്നോ കടയില്? ഞാനായിരുന്നേ. താൻ ആ എസ്റ്റേറ്റിലെ മേനോന്റെ മകനെ അറിയോ? അറിയോന്നു മിനിക്കുഞ്ഞിനെ ഞാൻ അറിഞ്ഞില്ലേ, പിന്നെ ആരാ അറിയുന്നേ? സാറേ, ആ കുഞ്ഞിനെ ആരോ കൊന്നെന്നാ പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേ വിവരം അറിയുന്നേ. ആരാ കൊന്നതെന്ന് എനിക്കറിയാമോ? അത് കൊള്ളാം. എങ്കിലും അവന്റെ തലയും കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളായിരുന്നു. മരിച്ചെന്ന് അറിഞ്ഞിട്ട് താനാ വീട്ടിൽ പോയോ? ഷെടാ, എന്റെ മോനെ ഇവിടെ കൊല്ലാൻ നിർത്തിയിരിക്കുന്നു കേൾക്കുമ്പോ വല്ലോന്റെ കാര്യം അന്വേഷിച്ച് പോകാൻ എനിക്ക് ഒക്കുവോ? ഇന്നലെ വൈകുന്നേരം ആ കുട്ടി ബസ്സിൽ വന്ന് ഇറങ്ങുന്നത് താൻ കണ്ടോ? ഞാനെങ്ങനെ കാണാനാ? ഇന്നലെ കാലത്തെ 10:30 HSകാർ വന്ന് എന്നെ പൊക്കി. 100-500 രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ പുതിയൊരു ഓഫീസറാ വന്നിരിക്കുന്നേ. കാശും മേടിക്കില്ല, കള്ളും കുടിക്കത്തില്ല. പിന്നെ എന്നാ ചെയ്യാനാ?
അവിടെ കൊണ്ടുവന്നിട്ട് പൊതിരെ ഇടിയായിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞാ പിന്നെ എന്നെ വിട്ടത്. അപ്പൊ ഇന്നലെ താൻ അവിടെ ഇല്ലായിരുന്നു അല്ലേ? ഏമാന് വിശ്വാസമില്ലെങ്കിൽ ഈ ഫോൺ എടുത്ത് എച്ച് ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കും. ഇടി കൊണ്ട് വന്നതല്ലേ, നേരം വിളിച്ചപ്പോൾ മേലനക്കാൻ മേല. അതുകൊണ്ടാ മോനെ കടയിലേക്ക് വിട്ടത്. എന്നിട്ട് വെമ്പറന്നൂർ ചില കുഴമ്പെടുത്ത് ദേഹം തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഓടി വന്ന് പറയുന്നത് പോലീസ് വരുന്നു. ഞാൻ എന്റെ ജീവനും കൊണ്ട് ഓടിയതായ മോനെ. അപ്പൊ തന്റെ കടയിലവിടെ വൈകുന്നേരം ചാരായം അടിച്ച് കറങ്ങി നടക്കുന്നവരുണ്ടല്ലേ? ചാരായ കഴിച്ച് അവിടെയെങ്കിലും ആരും നിൽക്കത്തില്ല. ഞാനൊട്ട് നിർത്തുകയില്ല. വല്ല അലമ്പും ഉണ്ടാക്കിയാൽ കാക്കിക്കാർ വരും. പിന്നെ എന്റെ വയറ്റ് പിഴപ്പാ മുട്ടുന്നേ. അവിടെ വെച്ച് മിനി ആരെങ്കിലും ശല്യപ്പെടുത്തുന്നതാ കണ്ടിട്ടുണ്ടോ? എന്റെ മുമ്പിൽ വെച്ചോ? അതിന് വളർന്നവനൊന്നും ആ കരയിലില്ല സാറേ. ആകെയുള്ളൊരു ശല്യക്കാരൻ ആ കരയിൽ ഞാനേ ഉള്ളൂ. അപ്പൊ താൻ ശല്യം ഉണ്ടാക്കാറുണ്ടല്ലേ? അയ്യോ, ഞാനെന്ത് ശല്യം ഉണ്ടാക്കാനാ? സാറിന് എന്നെ അറിയാൻ മേലായിട്ടാ. ഇന്നാളൊരു ദിവസം ആ കൊച്ചു സ്കൂളിൽ വന്നപ്പം വൈകി, നേരെ അങ്ങ് മയങ്ങി തുടങ്ങി. ഒറ്റയ്ക്ക് പോയി ഞാൻ വിട്ടില്ല. കടയടച്ചേച്ച് ഞാൻ ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കി. അല്ലെങ്കിൽ സാർ ആ മേനോൻ സാറിനെ വിളിച്ചു ചോദിച്ചാൽ അറിയാം. ഇന്നലെ ആ കൊച്ചിനെ ആരും പിടിച്ചോണ്ട് പോകണമെന്ന് തന്നിട്ടില്ലല്ലോ? എല്ലാ HSകാരെ പറഞ്ഞാൽ മതി. അവന്മാരെന്നെ പിടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തുണ്ടായാലും ഒരൊറ്റ ഒരുത്തം പോലും എനിക്ക് ഞാൻ തുറത്തില്ലായിരുന്നു. ശരി ശരി, താൻ മോനെ പിടിച്ചോണ്ട് പോയിക്കോ. ഓ, സാർ, ആ കണ്ണൻ ചോട്ടിലെ കടക്കാരൻ വന്നിട്ടുണ്ട്. വരാൻ പറ. ആ പയ്യനെയും പെങ്കൊച്ചിനെയും പിന്നെയും കണ്ടു സാർ. എപ്പോ? കുറച്ചു മുമ്പ്. ഞാൻ കൊടിയന്നൂരിൽ നിന്ന് ബസ് ഇറങ്ങിയപ്പോ ആ പയ്യനും പെങ്കൊച്ചും കൂടി സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്. പോലീസുകാര് തിരക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവരെന്ത് പറഞ്ഞു? ആദ്യം പറഞ്ഞത് പറയാൻ കൊള്ളത്തില്ല. പോലീസുകാരോട് വീട്ടിലേക്ക് അല്ലാന്ന് പറഞ്ഞ. പിന്നെ ആ കാര്യം മനസ്സിലായത്. മജിസ്ട്രേറ്റിന്റെ മക്കളാ. ഇതാണോ പയ്യൻ? അല്ല. ശരി, എന്നാ താൻ പോയിക്കോ. ഓ, പിന്നെ സാറേ, ആ പയ്യൻ വലിക്കുന്ന സിഗരറ്റ് പനാമയാ. ആ ശരി. എന്താ വാസു, നീ ഇത് എവിടെയായിരുന്നു? ഇവിടെ നടന്ന വല്ലതും അറിഞ്ഞോ? അതറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒരു ചായയും എടുത്തേ. കുട്ടേട്ടാ, ആരാന്റെ കൊന്നെന്നോ കെട്ടിത്തൂക്കിന്നോ എന്നൊക്കെ പറയുന്ന കേട്ടു. കെട്ടിത്തൂക്കിയില്ല, റെയിലെ കൊണ്ട് ഇട്ടുവേ ഉള്ളൂ. അല്ല, വാസു ഇന്നലെ എവിടെ പോയി? അതൊരു ഭയങ്കര സ്റ്റോറിയാ. അതൊക്കെ പിന്നെ പറയാം. ആദ്യം പത്രം വായിക്കട്ടെ. ആരാ ചത്തെന്നറിയട്ടെ. നേരിട്ട് കണ്ട ഞാനിവിടെ ഉള്ളപ്പോ എന്നോട് ചോദിച്ചാ പോരെ? കൊല്ലുന്ന ആശം കണ്ടോ? കൊല്ലുന്ന കണ്ടില്ല, ശവം കണ്ടു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആദ്യം വിവരം കൊടുത്തത് ഞാനാ. ഒന്ന് കളയാശാനെ. എടാ ഉച്ചുവാപ്പി, ആ പത്രം ഇങ്ങാ വായിച്ചിട്ട് തരാം. എടാ, ഇത് വിവരദോഷിൽ കൊള്ളല്ല. ഇതാ പരുത്തിക്കര മിനി എന്ന കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ണൻചോട്ടിൽ റെയിൽപാതയ്ക്കരികിൽ നിന്നും കണ്ടുകിട്ടി. 4:30 മണിക്ക് പരുത്തിക്കര എസ്റ്റേറ്റ് കവലയിൽ മിനി ബസ്സിൽ വന്ന് ഇറങ്ങിയതായി തെളിവ് ലഭിച്ചിട്ടുണ്ട്. തെരച്ചിൽ നടത്തിയ പോലീസ് നായം വന്നോന്നോ? വന്നിട്ട് അവനൊരു പോക്ക് പോയി. എങ്ങോട്ട്? പുഴയിലേക്ക്. കൊന്ന പാർട്ടിയുണ്ടല്ലോ, പുഴ നീന്തി കിടന്നു. പോലീസിനായി വെള്ളം കുടിച്ചുപോയി. അല്ല, പുഴയുടെ അക്കരെ എങ്ങാനും പട്ടിയെ കൊണ്ടുപോയോ? ആർക്കറിയാം. ഇന്നലെ രാത്രി ഞാനെങ്ങാനും ആ വഴിക്ക് പോയിരുന്നെങ്കിൽ. എന്നാ ഇപ്പൊ പട്ടി പിടിച്ചേനെ. എന്നാലെന്താ, 5000 രൂപയല്ലേ കിട്ടുന്നേ? 5000 രൂപയോ? അതെവിടുന്ന് 5000 രൂപ? എന്റെ വാസു, താൻ പിന്നെ പത്രം വായിക്കെന്തിനാ? ആ പരസ്യം കണ്ടില്ലേ? ഇല്ല. എവിടെ? ഈ ചിത്രത്തിൽ കാണുന്ന മിനി മേനോൻ എന്ന കുട്ടിയുടെ മരണം സംബന്ധിച്ച വിവരം പരുത്തിക്കര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നവർക്ക് 5000 രൂപ ഇനാമായി നൽകുന്നതാണ്. കൊള്ളാം, 5000 രൂപ. ഇത് ഞാൻ മേടിക്കും. ഞാൻ തെളിവ് കൊടുക്കാൻ പോവാ. നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ തെളിവ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാ വാസു ഇവിടെ ഇല്ലാതിരുന്നത്? വാസു മുങ്ങി. എന്തിനാ വാസു മുങ്ങിയത്? അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് നായ വന്ന് വാസുവിനെ പിടിച്ചാല്. നീ ഒന്ന് തെളിച്ചു പറ. നീ കണ്ടോ? അതൊക്കെ രൂപ കൊണ്ടുവരുമ്പോ നിനക്ക് മനസ്സിലാകും. നമ്മുടെ അബ്ദു ഇങ്ങോട്ട് വന്നോ? ഇല്ല, ഇന്നലെ കണ്ടില്ലല്ലോ. അതെങ്ങനെ ഇന്നലെ കാണുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ സ്ഥലം വിട്ടത്. അപ്പൊ അബ്ദുവും കണ്ടോ? പിന്നെ 2500 രൂപ അവന് കൊടുക്കണം. 50-50. അതല്ലേ അതിന്റെ മര്യാദ. അബ്ദു ഇപ്പൊ വരൂ ഇവിടെ. വാസു, നീ കാര്യം പറഞ്ഞിട്ട് പോകും. അത് വേണ്ട. കാര്യം മനസ്സിലാക്കിയിട്ട് സ്റ്റേഷനിൽ ചെന്ന് തുട്ട് വാങ്ങിക്കാനല്ലേ.
അതിനല്ല വാസു, സംഗതി ഒന്നറിയാനാ. അത് നാളെ പത്രത്തിൽ വരും. വാസു, ഇന്നലെ പോലീസുകാരെ വന്നെന്നാണല്ലോ പത്രത്തിൽ എഴുതിയിരുന്നത്. ഇവിടെ കൊണ്ടുവന്നത് വെറും ഒരു ചുക്കിൽ പെമ്പട്ടിയാണെന്നാ നാട്ടുകാർ പറയുന്നത്. ചേടാ, പെണ്ണായാലും ആണായാലും മണം പിടിച്ചാ പോരെ? അതല്ലെന്ന്. പെമ്പട്ടിയാണെങ്കിൽ പോലീസിനായെന്ന് പറയാമോ? പോലീസ് പട്ടി എന്ന് പറഞ്ഞാ പോരെ? പോലീസ് പട്ടി എന്ന് വല്ലവരും പറയുമോ? അതിനല്ലേ വനിതാ പോലീസ് നായ എന്ന് പറയുന്നത്. ഞാനൊന്ന് അബ്ദുവിനെ നോക്കട്ടെ. അവനിപ്പോ സ്റ്റേഷനിൽ ചെന്ന് കാശ് വാങ്ങിച്ചു കാണും. അവനാരോ മോൻ. അതിനവന് പത്രം വായിക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ? ഞാനേതായാലും അബ്ദുവിന്റെ വീട്ടിലോട്ടൊന്ന് പോവാ. അയ്യോ, ഇവനെ കൊണ്ട് തോറ്റ്. അബ്ദു, അബ്ദു ഇല്ലേ? എണീറ്റില്ല, വിളിക്കാം. അബ്ദു എണീക്ക്, നിന്നെ വിളിക്കണം. പോലീസാണോ? അല്ലടാ, വാസുവാണ്. കുഴപ്പമായോ? കുഴപ്പോ? നമ്മുടെ ഭാഗ്യം തെളിഞ്ഞ ദിവസമാ. ആ ചത്ത പെങ്കൊച്ചിനെ കുറിച്ച് വിവരം കൊടുത്ത ₹5000 നമുക്ക് സമ്മാനം. പോലീസാണോ കാശ് തരുന്നത്? വാസു, കൊന്നവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ അകത്താക്കുന്ന കാലമാ. നമ്മളെ അകത്താക്കുവോ? അകത്തായാലും ₹5000. നീ വാ. അനങ്ങല്ലേ, അനങ്ങല്ലേ. വാസു, സ്റ്റേഷനിൽ തന്നെ നീ തന്നെ എല്ലാം പറഞ്ഞോണം. കാക്കി കണ്ട എന്റെ തൊണ്ട വരണ്ടു പോകും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഓവർലോഡാ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാ. ആ പത്രപരസ്യം കണ്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് സാർ. വരാൻ പറയൂ. വാ, കയറി വാ. ഞാൻ പോകാം. അങ്ങോട്ട് മാറിക്കടാ. കൊല്ലുന്നത് നിങ്ങൾ കണ്ടോ? കൊല്ലുന്ന കണ്ടില്ല. പിന്നെന്താ കണ്ടത്? അത് പറഞ്ഞ സാറ് ഞങ്ങളെ തല്ലരുത്. ഞങ്ങൾക്കൊരബദ്ധം പറ്റിപ്പോയി. നിങ്ങളാണോ കൊന്നത്? അയ്യോ, അല്ല, ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ പനത്തറ ഷാപ്പിൽ കയറി. കുടിക്കാനായിരുന്നില്ല, മിനിങ്ങാനായിരുന്നു. 8:30 മണിയായപ്പോ ഇറങ്ങി. റെയിൽ പാളത്തിനരിയിലൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ആള് എന്നെ പറ്റിച്ച് കള്ളിൽ വെള്ളം ചേർത്ത് ഞാനും അവളെ പറ്റിച്ച് കള്ള പണം കൊടുത്ത്. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി പെണ്ണെ. എള്ളോളം പള്ളേ ചെന്നാൽ ഭൂലോകം പുല്ലടി പെണ്ണെ. ആശാനെ, അങ്ങോട്ട് നോക്കി. എന്താ? അങ്ങോട്ട് നോക്കാൻ കണ്ടോ? ഒരു പെണ്ണാണെന്ന് തോന്നുന്നല്ലോ. അതെ, വണ്ടിക്ക് തലവെക്കാൻ കിടക്കുക. 8:45 വണ്ടിയുണ്ട്. ആ വണ്ടി കയറി തലയെങ്ങാനും നമ്മളെടുത്തോട് തെറിച്ചു വന്ന അയ്യോ, എനിക്കത് കാണാൻ മേല. താൻ കാണണ്ട. നമുക്ക് രക്ഷിക്കാം. ഒരു പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തോ കാര്യം? എന്നാ ആണ് പോയി രക്ഷിച്ചിട്ട് വാ. ഞാൻ പോവാ. അബ്ദുവേ, നീയും കൂടി വാ. അയ്യോ, ദേ വണ്ടി വരുന്നു. എന്റെ ദൈവമേ. അപ്പടി ഇങ്ങോട്ട് ഇങ്ങോട്ട്. മോളെ, വണ്ടി പോയി. എണീറ്റ് പൊക്കോ.
അനങ്ങുന്നില്ലല്ലോ. ചത്തമാണോ? അയ്യോ ഓടിക്കോ, വല്ലവരും കണ്ടാ നമ്മളെ കൊന്നോന്ന് വിചാരിക്കും. ഓടിയിട്ട് കാര്യമില്ല, പോലീസ് നായ വന്നാല് നമ്മളെ മണത്ത് പിടിക്കും. അയ്യോ, എന്റെ തീപ്പറ്റി അവിടെ വീണെന്നാ തോന്നുന്നത്. എന്നാ 3.5 തരം പട്ടി ഒന്ന് പിടിക്കും. അയ്യോ, പണിയുണ്ട്. ഓടാനാണോ? അല്ല, നമുക്ക് പുഴ നീന്തി കിടക്കാം. എന്നിട്ട് നാളെ ഈ ഭാഗത്തേക്ക് വരാതിരുന്നാ മതി. നല്ല സ്റ്റൈലിന് ഐഡിയ. പോലീസ് നായ വെള്ളത്തിനെ കളിക്കത്തില്ല. അയ്യോ ഓടിക്കോ. ഈ തീപ്പെട്ടി നിങ്ങളുടേതാണോ? ആണെന്നാ തോന്നുന്നേ. ശരി, നിങ്ങൾ വയ്ക്കോ. അപ്പൊ 5000 രൂപ? വേണ്ടാത്ത പണിയൊക്കെ ചെയ്തതും പറയും രൂപയും തരണോടാ. ഞങ്ങളില്ലായിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ ശരീരം ചിന്ന ഭിന്നമായത്. ഇതൊരു കൊലപാതകമാണെന്ന് പോലും തെളിയത്തില്ലായിരുന്നു. 1000 രൂപയെങ്കിലും. നിങ്ങൾ പോണം. ഒരു 500 രൂപയെങ്കിലും. ഓനല്ലേ പറഞ്ഞു പുറത്തോട്ട് സൈക്കിൾ കൂലി കൊടുക്കണം. സാർ, വാടകയ്ക്കാ സൈക്കിൾ എടുത്തോണ്ട് വന്നിരിക്കുന്നു. അതിന്റെ വാടക തരണം. വാടക വേണം ഇപ്പൊ? വേണ്ട, എന്റെ ഉണ്ട്. വേണോടാ വാടക? വേണ്ട, എന്റെ ഉണ്ട്. വാടക CI ആണ് സർ. ആ മിനിമേനന്റെ ബോഡി പാളത്തിന് എടുത്തു മാറ്റി 2 പേരെ പിടികിട്ടിട്ടുണ്ട്. അതെ സർ, മരിച്ചിട്ടില്ലെന്ന് കരുതി രക്ഷിക്കാൻ ശ്രമിച്ചാണത്രേ. ഐ സി. സോ ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ്. ആ, മിസസ് മേനോനെ ഒന്ന് ചോദ്യം ചെയ്യണം. ഞാൻ അങ്ങോട്ട് വരാം. മേനോൻ ഇല്ലേ ഇവിടെ? ഇല്ല. മിസ്സിസ് മേനോൻ? ഉണ്ട്, വിളിക്കാം. സാറേ, അവളെ ഒന്ന് ചോദ്യം ചെയ്യണം. അവൾ അല്പം പേശക, ആ കോന്നാട്ടുള്ളതാ. ഞാൻ അവിടെ ഇരിക്കുമ്പോ അറിയാം. കെട്ടിയൊരു ഉപേക്ഷിച്ചതാ. ഓഹോ, അവൾ ഇന്നലെ വീട്ടിൽ പോയിരുന്നാണല്ലോ പറഞ്ഞത്. അതൊന്നും അറിയണം സാർ. വരൂ, ഇരിക്കൂ. മിനിഞ്ഞാന്ന് പകൽ മിസസ് മേനോൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മേനോൻ പറഞ്ഞു. അതെ. നിങ്ങളന്ന് പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 4 മണി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് ക്രോസ് സ്റ്റിച്ച് തയ്ക്കായിരുന്നു. എവിടെ ഇരുന്ന്? ആ മുറിയിൽ. അപ്പോ മിനി വന്നിരുന്നെങ്കിൽ അറിയുമായിരുന്നു. മിനി ഇവിടെ വന്നിട്ടില്ല. അടുത്ത കാലത്ത് മിനിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും ശല്യപ്പെടുത്തുന്നതായി മിനി പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ പതിവായി വരുന്ന മിനിക്ക് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട്സ് ആരൊക്കെയാ? ഫാമിലി ഫ്രണ്ട്സ് അധികം ആരുമില്ല. ദേവേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഡ്വക്കേറ്റ് KG പിള്ളയാണ്. പിള്ളയുടെ മക്കൾ? ഒരു മകനേ ഉള്ളൂ, സ്റ്റേറ്റ്സിലാ. പിന്നെ? ഡോക്ടർ സ്റ്റീഫൻ. ഡോക്ടറുടെ മക്കൾ ആരെങ്കിലും മിനിയുടെ ഫ്രണ്ട്സ് ആണോ? ഡോക്ടർക്ക് 2 പെൺകുട്ടികളാ. അവരുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ? എന്റെ ഫ്രണ്ട് ഒരു വാസന്തിയുണ്ട്. അവള് കോളേജ് ലെക്ചററാ. അവരുടെ ഹസ്ബൻഡ്? ഗൾഫിലാ. കുട്ടികൾ? കുട്ടികളായിട്ടില്ല. വേറെ ആരൊക്കെ വരാറുണ്ട്? രാമോഹനും ഭാര്യയും കൂടെ കൂടെ വരാറുണ്ടായിരുന്നു. ദേവേട്ടന് കോൺട്രാക്ട് ആയിരുന്നപ്പോ. ഇപ്പൊ ബിസിനസ് കണക്ഷൻ ഇല്ലാത്തോണ്ട് അവര് വരാറില്ല. രാമോഹൻ എന്താ ജോലി? എഞ്ചിനീയറാ, ആർക്കിടെക്ട്. രാമോഹന്റെ മക്കൾ ആരെങ്കിലും മിനിയുടെ ഫ്രണ്ട്സ് ആണോ? രാമോഹന്റെ കുട്ടി തീരെ ചെറുതാ. ഇനി ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇവിടുത്തെ പള്ളിയിലെ അച്ഛൻ നടക്കാൻ ഇറങ്ങുമ്പോ ഇവിടെ കയറാറുണ്ട്. എല്ലാ ദിവസവും? ഇല്ല, വല്ലപ്പോഴും. ചിലപ്പോ മിനിയുമായി കുറെ നേരം വർത്താനം പറയും. എന്നിട്ട് വീടിന്റെ പുറകിലെ എസ്റ്റേറ്റിലൂടെ നടക്കും. മിനിക്ക് അച്ഛനെ വലിയ കാര്യമായിരുന്നു. എന്താ അച്ഛന്റെ പേര്? ഫാദർ കൈപ്പുഴ. എന്ത് പ്രായം വരും? ഒരു 10-70 വയസ്സ് വരും. ദേവേട്ടനെ സ്കൂളിൽ പഠിപ്പിച്ചതാ. ഇവരിൽ ആരെങ്കിലും മിനിഞ്ഞാന്നൂടെ വന്നിരുന്നോ? ഇല്ല. ഐ സി. സാർ, ദാ അവിടെ ഒരു കെട്ടിടമുണ്ട്. അതിനകത്ത് ആരോ പെരുമാറിയ ലക്ഷണം കാണുന്നുണ്ട് സാർ. അതെന്ത് കെട്ടിടമാണ്? മിഷൻ റൂമാ. റബ്ബർ ഷീറ്റും പണിസാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് അവിടെയാ. അതിന്റെ താക്കോലുണ്ടോ?
ഉണ്ട്, തരാം. ചിലപ്പോ അവിടെ വെച്ചായിരിക്കും സംഭവം നടന്നത്. ആ വേലക്കാരി പെണ്ണ് വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ് പോയ വഴിക്ക് വല്ലവന്റെ കൂടെ അതിനെ തങ്ങിയിട്ടുണ്ടാവും. അതിനൊക്കെ പറ്റിയ സ്ഥലവാ. അതുകൊണ്ട് എന്റെ സാറേ, അവളൊരു കാളിയാ. ചിലപ്പോ ഒന്നിലധികം പേരുണ്ടായിരുന്നിരിക്കും. ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു വരുന്ന കണ്ടപ്പോ ഇതാ അവന്മാര് പൊക്കി കാണും. സാർ, ഇത് കണ്ടോ? അതേ സിഗരറ്റ് കുറ്റികൾ. അധികം പഴക്കം കാണുന്നില്ല. മിനിഞ്ഞാന്ന് വലിച്ചതാകാം. ഈ കുറ്റികൾ സൂക്ഷിക്കണം സാർ. സാർ, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ കൊന്നത് രാമോഹൻ എന്ന എഞ്ചിനീയർ ആണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. വിശാഖനറിലാണത്രേ അയാളുടെ വീട്. ആരാ വിളിച്ചത്? അത് പറഞ്ഞില്ല. ചോദിച്ചപ്പോ ഫോൺ അങ്ങ് വെച്ച് കളഞ്ഞു. റാംമോഹനില്ലേ? ഡാഡി ഇല്ല, എവിടെ പോയി? തിരുവനന്തപുരത്ത്. മമ്മിയുണ്ടോ? ഒന്ന് വിളിക്കൂ. മമ്മി പോരും, അകത്തിരിക്കാൻ പറഞ്ഞു. മോനെ, ഇത് ഡാഡിയുടെ കാറാണോ? അതെ. ഡാഡിക്ക് വേറെ കാറുണ്ടോ? ഇല്ല. ഓ, സിഗരറ്റ് എടുക്കാൻ മറന്നു. ഡാഡി സിഗരറ്റ് വിളിക്കുമോ? ആ. ഡാഡിയുടെ സിഗരറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല, അത് ഡാഡി കൊണ്ടുപോയി. ഡാഡി എന്ത് സിഗരറ്റാ വലിക്കുന്നത്? ചാംസ്. ഇത് SP മുഹമ്മദ് ബഷീർ. മിനി മേനോൻ മിനിഞ്ഞാന്നിവിടെ വന്നിരുന്നോ? ഇല്ല, ഞാൻ മിനിയെ കണ്ടിട്ട് 2 മാസമെങ്കിലും ആയി കാണും. സ്കൂൾ ബസ് സ്റ്റോപ്പിൽ നിന്നും മിനിക്ക് ആരോ ലിഫ്റ്റ് കൊടുത്തതായി അറിഞ്ഞു. രാമോഹന്റെ കാറിൽ മിനി കയറിയതായി വല്ലതും പറഞ്ഞോ? ഇല്ല. മിനിഞ്ഞാന്ന് രാമോഹൻ ഇവിടെ എപ്പോഴെത്തി? 5:30 ആയി കാണും. സാധാരണ ആ നേരത്താണോ വരുന്നത്? സാധാരണ കുറെ കൂടി വൈകും. സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് നേരത്തെ വന്നതാ. എന്നിട്ട് സിനിമയ്ക്ക് പോയോ? പോയി. രാമോഹനും വന്നിരുന്നോ? ഉവ്വ്. എന്നിട്ട് എപ്പോ മടങ്ങിയെത്തി? 1 മണിയായി കാണും. ഓ, സെക്കൻഡ് ഷോയ്ക്കാണ് പോയതല്ലേ? അതെ, ഫസ്റ്റ് ഷോയ്ക്ക് പോവാന്നാ പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ ഏതോ ഫയൽ ശരിയാക്കാൻ വേണ്ടി ഓഫീസിൽ പോയി വന്നപ്പോൾ വൈകി. ഓഫീസിൽ നിന്നും വന്ന ശേഷം 9 മണി വരെ രാമോഹൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, വന്നയുടെ മോഹനേട്ടൻ കുളിക്കാൻ കയറി. അന്നേരം ഞാനൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയി. തിരിച്ചു വന്നപ്പോ മോഹനേട്ടൻ ഇല്ലായിരുന്നു.
ആരോ അത്യാവശ്യമായി ഫോൺ ചെയ്തുകൊണ്ട് മോനോട് പോവാണെന്ന് പറഞ്ഞിരുന്നു. എപ്പോ തിരിച്ചു വന്നു? 9 മണിക്ക് മുൻപ് വന്നു. സിനിമയ്ക്ക് പോകാൻ റെഡിയായിരിക്കാൻ മോനോട് പറഞ്ഞിരുന്നു. വന്ന ഉടനെ സിനിമയ്ക്ക് പോയി. മോനെ, ഡാഡി പോകുമ്പോ എവിടെ പോകുന്നെന്നാ പറഞ്ഞത്? അത് പറഞ്ഞില്ല. ആരാ ഡാഡിയെ ഫോണിൽ വിളിച്ചത്? അറിയില്ല. ആദ്യം ഡാഡി വരുന്നതിന് മുമ്പ് ഒരാൾ ഫോൺ ചെയ്തു. അപ്പൊ ഡാഡി ഓഫീസിൽ നിന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഡാഡി വന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെയും ഫോൺ വന്നു. ഡാഡി കുളിക്കാന്ന് പറഞ്ഞപ്പോ ഡാഡിയോട് ഇവിടെ ഇരിക്കണമെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞ് വിളിച്ചപ്പോ ഡാഡിയെ ഫോൺ എടുത്തേ. ആരാ വിളിച്ചതെന്ന് മോനോട് പറഞ്ഞോ? ഇല്ല. തിരുവനന്തപുരത്തിന് പോയത് ബിസിനസ് കാര്യത്തിനാണോ? അതെ. അത് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയാണോ? അതെ, ഒരാഴ്ച മുമ്പ് തീരുമാനിച്ചതാ. തിരുവനന്തപുരത്ത് എവിടെയാ താമസിക്കുന്നത്? ഹോട്ടൽ പ്രസിഡന്റിൽ. ഇന്നലെ അവിടെ നിന്ന് വിളിച്ചിരുന്നു. സോറി ഫോർ ദ ട്രബിൾ. മിനിയെ അവസാനമായി കണ്ടത് ആരാണെന്നറിയാൻ ചോദിച്ചതാ. ആ കാറിൽ ഒരു ശവശരീരം കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെനിക്കും തോന്നി സർ. പക്ഷെ ആ സിഗരറ്റിന്റെ കാര്യം ചാംസ് പലരും വലിക്കില്ലേ? ഏതായാലും 5 മണി വരെ രാമോഹൻ ഓഫീസിലുണ്ടായിരുന്നെന്ന് അറിയണം. ഹലോ, മോഹനേട്ടനല്ലേ? ഞാനാ ദേവി. മിനിയുടെ കാര്യം അറിഞ്ഞോ? എന്തു പറ്റി? മിനി മരിച്ചു. ആരോ കൊന്നതാത്രേ. എപ്പോ? ശനിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്ന് പോന്നതാ. ആരോ പിടിച്ചുകൊണ്ടുപോയി കൊന്നതാ. മൈ ഗോഡ്. ആളെ പിടികിട്ടിയോ? DSP സർക്കിളും ഇപ്പൊ ഇവിടെ വന്നിരുന്നു. മോഹനേട്ടൻ അന്ന് മിനിയെ കണ്ടോന്ന് തിരക്കാൻ വന്നതാ. ഇല്ലെന്ന് നീ പറഞ്ഞില്ലേ? പിന്നെ പോലീസ് മുറിയിൽ എന്നെയും മോനെയും കുറെ ചോദ്യം ചെയ്തു. ഞങ്ങൾക്കൊന്നും അറിയില്ല, സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ആ, നന്നായി. ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ടിരിക്കായിരുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് മദ്രാസ് വരെ ഒന്ന് പോകണം. ഞാൻ 5-6 ദിവസം കഴിഞ്ഞേ വരൂ. മദ്രാസ് ചെന്നിട്ട് വിളിക്കാം. നിർത്തല്ലേ? എന്താ പേര്? ശ്രീരാജ്. വാട്ട് ആർ യു? അസിസ്റ്റന്റ് മാനേജർ. മിനിഞ്ഞാന്ന് രാമോഹൻ എത്ര മണിക്ക് അവിടുന്ന് പോയത്? 5:15 കാണും. എത്ര മണി വരെ ഓഫീസ്? 5 മണി വരെ. പിന്നെന്താ നിങ്ങൾ അന്ന് 5:15 വരെ ഇരുന്നത്? പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് കൊണ്ടുള്ള ഫയൽ എന്തോ എടുക്കാനുള്ളതുകൊണ്ട് സാറ് വരുന്നവരെ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓഹോ, അപ്പൊ രാമോഹൻ അന്ന് ഓഫീസിൽ ഇല്ലായിരുന്നു? രാവിലെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പോയി. എവിടേക്കാണ് പോയെന്ന് പറഞ്ഞു? ഇല്ല. രാമോഹനെ ഒന്ന് വൈകുന്നേരം ആരെങ്കിലും ഫോണിൽ വിളിച്ചിരുന്നോ? അറിയില്ല. ഓഫീസ് കൂട്ടി ഞാൻ ഇറങ്ങുമ്പോ ഫോണിന്റെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. തുറന്നകത്ത് വന്നപ്പോഴേക്കും നിന്നുപോയി. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം രാമോഹൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാമോ? സാറ് ക്ലബിലായിരുന്നാ തോന്നുന്നു. ഒരു 7:30 മണിക്ക് ഞാൻ അതിൽ പോയപ്പോ സാറിന്റെ കാറോടെ കിടപ്പുണ്ടായിരുന്നു. അത് ശരി. ഏത് ക്ലബ്ബ്? മെട്രോ. 5 മണി വരെ രാമോഹൻ ഇവിടെ ഇല്ലായിരുന്നു. Then it is possible. ക്ലബിലായിരുന്നല്ലേ സാർ പറഞ്ഞത്? പിന്നെങ്ങനെ ബോഡി കൊണ്ടുപോയി ട്രാക്കിലിടും? ഇരിക്കു സാർ. ആ എഞ്ചിനീയർ രാമോഹൻ മിനിഞ്ഞാന്ന് വൈകിട്ടോടെ വന്നിരുന്നോ? ഓ സാർ. എത്ര മണിക്കാ വന്നത്? രാത്രി ഏകദേശം 9 മണിയായി കാണും. എന്നിട്ട് എപ്പോ പോയി? അപ്പൊ തന്നെ പോയി. എന്താ ഉടനെ പോയത്? രാജഗോപാല സാറിന്റെ കാറ് തിരിച്ചു കൊടുക്കാനാ രാമോഹൻ വന്നത്. രാജഗോപാല സാർ പോയെന്നറിഞ്ഞപ്പോ ഉടനെ തന്നെ പോയി. അപ്പോ രാമോഹന്റെ കാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ? ഓ സാർ. മിനിഞ്ഞാന്ന് രാജഗോപാൽ സാർ ആ കാറിലാ വന്നത്. ആരായി രാജഗോപാൽ? PWD എഞ്ചിനീയറാ സാർ. ഒരു 6-6:30 മണിയായപ്പോഴാണ് മോഹൻ വന്ന് കാർ ചോദിച്ചത്. ബോംബെയിൽ നിന്ന് 5-6 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരെവിടെ ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവന്റെ ആ പീക്കിരി കാറിൽ 5-6 പേർക്ക് കയറാനും പറ്റില്ലല്ലോ. കാർ ചോദിച്ചപ്പോ രാമോഹൻ വല്ല പരിഭ്രമം മറ്റോ ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തിരിച്ചു വന്നപ്പോഴോ? അപ്പോൾ അവന് ധൃതിയായിരുന്നു. ഫാമിലിയും കൂട്ടി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് വേഗം പോയി. ഏതാ നിങ്ങളുടെ കാർ? അംബാസഡർ. പുറത്ത് കിടപ്പുണ്ട്. അത് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ്.
കാറോ? അതെന്തിനാ സാർ? മോഹൻ എന്റെ കാർ വല്ലവരും ദേഹത്ത് കയറ്റിയോ? കാറ് കയറ്റിയില്ല, പക്ഷെ കാറിനകത്ത് കയറ്റാൻ പാടില്ലാത്തതെന്തോ കയറ്റിയിട്ടുണ്ട്. മോഹൻ വല്ല കള്ളക്കടത്തിനും പെട്ടോ സാർ? അങ്ങനെ വല്ല ഏർപ്പാടുണ്ടോ അയാൾക്ക്? ഇല്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. രാമോഹനെ നിങ്ങൾക്ക് അടുത്തറിയാമോ? എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. ആളെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ വീക്ക്നെസ് ഉള്ളത് പെമ്പിള്ളേരാ. കല്യാണം കഴിച്ച പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അവസരം കിട്ടിയാൽ നഷ്ടപ്പെടുത്തില്ല അല്ലേ? അത് ശരിയാ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ മോഹൻ അടുപ്പിക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അടുത്ത കാലത്ത് അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയെ കുറിച്ച് രാമോഹൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒന്നും ഇല്ല. പിന്നെ 2 മാസം മുമ്പ് വിമൻസ് കോളേജിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കൊണ്ട് മലമ്പുഴയ്ക്ക് പോയെന്ന് പറഞ്ഞു കേട്ടു. അതേപ്പറ്റി രാമോഹനോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല. നമുക്കെന്ത് കാര്യം? ദേവദാസ് മേനോനെ അറിയാമോ? അറിയാം. മേനോന്റെ മകളെ കുറിച്ച് രാമോഹൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വേറെ അർത്ഥത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ക്ലബ്ബിൽ വെച്ച് ആ കുട്ടി നന്നായി പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് മേനോനുണ്ടായിരുന്നു കൂടെ. മിസ്റ്റർ രാജഗോപാൽ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ശരി, ആ കാറിന്റെ താക്കോലിങ്ങൊരു. സാർ, മേനോന്റെ മകളുടെ കാര്യത്തിൽ രാമോഹൻ എന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ല. വണ്ടി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ എത്തിക്കാം സർ. റെയിൽവേ ട്രാക്കിലെ വിൽപ്പാടുകളുമായി ഒത്തുനോക്കണം സർ. ഏതായാലും രാമോഹനെ കസ്റ്റഡിയിലെടുക്കാം. ഞാൻ ട്രിവാൻഡ്രം കമ്മീഷനെ വിളിച്ച് പറഞ്ഞോളാം. സർ. ഹലോ. യെസ്, കമ്മീഷണർ സ്പീക്കിംഗ്. SP ബഷീറാണ്, ആലുവയിന്ന്. ഒരു പാർട്ടിയെ കസ്റ്റഡിയിലെടുക്കണം. എന്താ കേസ്? മർഡർ. പേര് രാമോഹൻ. പ്രസിഡന്റിൽ താമസിക്കുന്നുണ്ട്. ഹീസ് ആൻ എഞ്ചിനീയർ. യാ, ഐ വിൽ സീ ടു ദാറ്റ്. ഹലോ, കമ്മീഷണറാണ്. ഹോട്ടൽ പ്രസിഡന്റിൽ രാമോഹൻ എന്നൊരാൾ താമസിക്കുന്നുണ്ട്. അയാൾ ഉടനെ കസ്റ്റഡിയിലെടുക്കണം. ഓക്കെ? യെസ് സർ. Thank you. Yes, sir. It can be arranged. No problem. We shall let you know as soon as he arrives. Yes. He is expected by the next flight. Thank you. What can I do for you, sir? രാമോഹന്റെ റൂം ഏതാ? ആ റൂം വെക്കേറ്റ് ചെയ്തല്ലോ. എപ്പോ? ഇപ്പോ സാർ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് മിസ്റ്റർ രാമോഹൻ അങ്ങോട്ട് അറിയുമ്പോൾ. രാമോഹന്റെ കാര്യത്തിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. യെസ് സർ. രാമോഹനാണ് കൊല നടത്തിയതെന്ന് ഫോൺ ചെയ്തതാരാണ്? 5000 രൂപ ഓഫർ ഉണ്ടായിരുന്നിട്ടും അയാൾ പേര് വെളിപ്പെടുത്തിയിട്ടുമില്ല. മനഃപൂർവ്വം നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാമോഹന്റെ പേര് പറയാം. അന്വേഷണം രാമോഹനിൽ മാത്രമായി ഒതുക്കി നിർത്തണ്ട. പക്ഷെ ആ സിഗരറ്റ് കുറ്റികളും കാറ് മാറ്റിയെടുക്കലും ഓർക്കുമ്പോ രാമോഹനിൽ പങ്കില്ലാതിരില്ല. സിഗരറ്റ് കുറ്റികൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇട്ടതായിരിക്കാം, രാമോഹനാണെന്ന് വരുത്തി തീർക്കാൻ. പക്ഷെ ആ കാറിന്റെ കാര്യം സംശയകരമാണ്. അതും റിപ്പോർട്ട് കിട്ടിയാലല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ആ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയോ? റിപ്പോർട്ടൊന്നും കിട്ടിയില്ല സാർ. വിരലടയാളമില്ലെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ആ സിഗരറ്റ് കുറ്റികളെല്ലാം ഒരാൾ തന്നെ വലിച്ചതായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. റെയിൽപാളത്തിൽ നടത്തുന്ന കിട്ടിയത് ചാംസും മെഷീൻ റൂമിൽ നിന്ന് കിട്ടിയത് വിൽസുമാണ്. ഞാൻ ഊഹിച്ചത് ശരിയാണ്. മറ്റൊരാൾ കൂടി ഇതിലുണ്ട്. വിൽസ് വലിച്ചുകൊണ്ട് മെഷീൻ റൂമിലിരുന്ന ആൾ തന്നെയായിരിക്കണം ഫോൺ ചെയ്തത്. ആരാണ് അയാൾ? സാർ, മേനോൻ വിൽസാണ് വിളിക്കുന്നത്. I see. പക്ഷെ മേനോൻ സ്വന്തം മകളെ കൊല്ലുന്നതിന് കൂട്ടു നിൽക്കുമോ? അല്ല, മേനോൻ കൊല്ലത്തായിരുന്നല്ലേ പറഞ്ഞത്? അതൊന്ന് വെരിഫൈ ചെയ്യണം. ഹലോ, SP കുറുപ്പല്ലേ? ഇത് SP ബഷീറാണ്, ആലുവായിന്ന്. ഒരു ചെറിയ എൻക്വയറി നടത്തണമല്ലോ. എന്താ പ്രശ്നം? മിനിഞ്ഞാന്ന്, അതായത് ശനിയാഴ്ച. അതെ,
ഹോട്ടൽ കാർത്തിയായിൽ വെച്ച് എക്സ്പോർട്ടേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നോ എന്നറിയണം. ഉണ്ടായിരുന്നെങ്കിൽ ആലുവായിൽ നിന്ന് ദേവദാസ് മേനൻ എന്നൊരാൾ അതിൽ പങ്കെടുത്തിരുന്നോ, എത്ര മണിവരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നും അറിയണം. ദേവദാസ് മേനോൻ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പരുത്തിക്കര 616. ഓക്കെ, ഉടൻ അറിയിക്കാം. ഹലോ, സുഗതൻ ഹിയർ. കുറുപ്പാണ്, SP. മിനിഞ്ഞാന്ന് ഹോട്ടൽ കാർത്തിയിൽ വെച്ച് വല്ല കോൺഫറൻസും ഉണ്ടായിരുന്നു? ഈ എക്സ്പോർട്ടേഴ്സിന്റെ ഉണ്ടായിരുന്നു. കോൺഫറൻസിന് ആലുവയിൽ നിന്നൊരു ദേവദാസ് മേനോൻ വന്നിരുന്നു? ഇല്ല, മേനോൻ വരുമെന്ന് തീർച്ച പറഞ്ഞിരുന്നതാണ്, പക്ഷേ വന്നില്ല. മേനോൻ കൊല്ലത്ത് വന്നിരുന്നു? ഇല്ല, വന്നാൽ എന്നെ കാണാതെ പോകാറില്ല. മേനോന്റെ മകൾക്കൊരു ട്രാജഡി ഉണ്ടായ വിവരം പത്രത്തിൽ വായിച്ചു. എനിക്കൊന്ന് പോകാൻ പറ്റിയില്ല. യെസ്, ബഷീർ ഹിയർ. കുറുപ്പാണ്. ഈ പറഞ്ഞ മേനോൻ കൊല്ലത്ത് വന്നിട്ടില്ല. വന്നിട്ടില്ലെന്നോ? ശരി ശരി, താങ്ക്സ്. മേനോൻ കൊല്ലത്ത് എന്നിട്ടില്ലെന്ന്? എങ്കിൽ മേനോനായിരിക്കണം ആ കെട്ടിടത്തിൽ ഇരുന്നത്. റാംമോഹന്റെ കാര്യം ഫോൺ ചെയ്തത് മേനോൻ തന്നെ ആയിരിക്കണം. പക്ഷെ മേനോൻ എന്തിനാ കെട്ടിടത്തിൽ പോണം? സാർ, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ മേനോൻ കൊല്ലത്ത് പോയെന്ന് പറഞ്ഞ പോലെ ആയിരിക്കാം ആ വേലക്കാരി വീട്ടിൽ പോയെന്ന് പറയുന്നത്. അവളെക്കുറിച്ച് ഏകദേശം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാ. മേനോൻ തനിച്ചായിരിക്കില്ല ആ മെഷീൻ റൂമിൽ ഇരുന്നിരുന്നത്, കൂടെ അവളും ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ വരില്ല. അത്തരത്തിൽ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യ അടുത്ത് വീട്ടിലുള്ളപ്പോ മേനോൻ അതിന് തുനിയുമോ? അതൊരു തരത്തില് ശരിയായിരിക്കാം. പക്ഷെ ഇതുപോലൊരു പെണ്ണിനെ കൊണ്ട് മേനോൻ വല്ല ഹോട്ടലിലേക്കും പോകാൻ പറ്റുമോ? മേനോന്റെ ഭാര്യ ഈ മെഷീൻ റൂമിലേക്ക് വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയായിരിക്കാം. അത് ശരിയാണെങ്കിൽ തന്നെ മേനോനത്തിന് മകളെ കൊല്ലണം? സാർ, മേനോൻ കൊന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ മേനോൻ വല്ലതും കണ്ടു കാണും. വേലക്കാരുടെ കൂടെ ആയിരുന്നുകൊണ്ട് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം പേര് പറയാതെ ഇങ്ങോട്ട് ഫോൺ ചെയ്തത്. ഏതായാലും ആ വേലക്കാരുടെ കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കണം. കോനാട് സ്റ്റേഷൻ അവിടെ വീടിനടുത്ത് താമസിച്ച ഒരു PC ഉണ്ട്. ഞാൻ വേണം വിളിച്ചു ചോദിക്കാം. എന്നാ താൻ വിളിക്ക. ഹലോ, ഇത് മത്തായിയ, HC. അപ്പുക്കുട്ട, നമ്മുടെ ആ ചായക്കടക്കാരൻ അയ്യപ്പന്റെ പെങ്ങളില്ലേ, മീനാക്ഷി? അതെ, അത് തന്നെ. അവൾ ഇവിടെ ഒരിടത്ത് വേലയ്ക്ക് നിൽക്കുക. അവളെ മിനിഞ്ഞാനോടെ വന്നോന്ന് അറിയണം. ആ, എപ്പ വന്നു എപ്പ പോയി എന്നൊക്കെ അറിയണം. അല്ലടേ, ഇത് വേറെ കേസാ. ആ, ഉടനെ വിളിച്ച് പറയണം. ശരി, വെക്കട്ടെ. അന്ന് സന്ധ്യയ്ക്ക് മേനോൻ റിസ്റ്റ് ബാറിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? 8 മണിക്ക് ശേഷമാണ് അയാൾ അവിടെ ചെന്നതെങ്കിൽ മേനോന് പലതും അറിയാമായിരിക്കും. മിസ്റ്റർ നമ്പ്യാർ തന്നെ ആ ബാറിലൊന്ന് അന്വേഷിക്കണം. യെസ് സർ. യെസ്, ബഷീർ സ്പീക്കിംഗ്. വെരി ക്ലോസ് ഷേവ്. ശരി, എന്തെങ്കിലും ഉണ്ടെ അറിയിക്കാം. താങ്ക്സ്. റാംമോഹനെ പിടികിട്ടിയില്ല. അപ്പോഴേക്കും അയാൾ മുറി വെട്ടെന്ന്. ആ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് മേനോന്റെ കാര്യം നോക്കാം. മിനിഞ്ഞാന്ന് രാത്രി ഇയാൾ ഇവിടെ വന്നിരുന്നോ? സർ. എത്ര മണിക്ക്? ഒരു 8:30 കാണും. തനിക്കതെങ്ങനെ കൃത്യം പറയാൻ പറ്റും? 8 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടി കയറിയത്. എപ്പോ തിരിച്ചുപോയി? ഒരു 10 മണിയൊക്കെ കാണും. ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സർ, ഒറ്റയ്ക്കായിരുന്നു. ഇയാൾ ഇവിടെ സാധാരണ വരാറുണ്ടോ? ഇല്ല സർ, വല്ലപ്പോഴൊക്കെ വരും. മേനോൻ ബാറിൽ ചെന്ന് 8 മണി കഴിഞ്ഞാണ്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഡെഡ് ബോഡി പാളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ബാറിൽ ചെല്ലാൻ നേരമുണ്ടെന്ന്. മേനോനെ ഏതായാലും കസ്റ്റഡിയിൽ എടുക്കണം. യെസ് സർ. ഹലോ, മത്തായി. തനിക്ക്? ഹലോ, അതെ. ഓഹോ, അങ്ങനെയാണല്ലേ. ശരിക്കും അന്വേഷിച്ചോ? ആ, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ. ചേട്ടാ സാർ, ആ വേലക്കാരി അന്ന് അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. ഐ സി. ശരി, താൻ പൊയ്ക്കോ. മേനോനോട് ഫിംഗർ പ്രിന്റ് വേണമെന്ന് പറയണം. അപ്പോ അയാൾ ആകെ ഒന്ന് പരുങ്ങും. അവിടെ തന്നെ വെച്ചൊന്ന് വരട്ടിയിട്ട് കൊണ്ടുവന്നാൽ മതി. യു ലെറ്റ് ടു ഷേക്ക് ഹിം thoroughly. യെസ് സർ. SP ഹിയർ. യെസ്.
ആ കാറിന്റെ വിൽപ്പാട് തന്നെയാണല്ലേ? ആ ഹോം അടിക്ക്. മേനോനില്ലേ? ഉണ്ട്, വിളിക്കാം. വരൂ, ഇരിക്കൂ. ഹലോ. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. എന്തായി? ആ മെഷീൻ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. അവിടെ എന്താ? ആരും അങ്ങോട്ട് പോകാറില്ല. മേനോനും ഇല്ല, അത് പൂട്ടിയിട്ടിരിക്കുക. താക്കോൽ എവിടെയാണോ? താക്കോലൊക്കെ കിട്ടി. അവിടെ ചില വിരലടയാളങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്സ് കൂടി എടുക്കണം. എന്റെ ഫിംഗർ പ്രിന്റ്സോ? അതെന്തിനാ? മിനിഞ്ഞാൻ നിങ്ങൾ കൊല്ലത്തായിരുന്നു എന്ന് പറഞ്ഞത് നുണയല്ലേ? അന്ന് മുഴുവൻ നിങ്ങൾ മെഷീൻ റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? മിനിയെ കൊന്നത് നിങ്ങളാണ്. ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ റാം മോഹനാണ് മിനിയെ കൊന്നതെന്ന് ഫോൺ ചെയ്തത് നിങ്ങളാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ കൊല്ലത്ത് പോയി എന്ന് പറഞ്ഞത് നുണയാണ്. ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വളരെ സന്തോഷകരമായിരുന്ന ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ കഴിഞ്ഞ 2-3 മാസമായി ഭവാനി എന്നിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റാരുമായോ അവൾക്ക് അടുപ്പമുണ്ടെന്ന് ഞാൻ സംശയിച്ചു. ഞാൻ കൊല്ലത്ത് പോകേണ്ടിയിരുന്ന അതേ ദിവസം തന്നെയായിരുന്നു മിനിക്ക് എക്സ്കർഷനും പോകേണ്ടിയിരുന്നത്. ആ ദിവസം തന്നെ വേലക്കാരിയോട് വീട്ടിൽ പോയിക്കൊള്ളാൻ ഭവാനി പറയുന്നത് ഞാൻ കേട്ടു. അക്കാര്യം അവൾ എന്നോട് പറഞ്ഞതുമില്ല. മറ്റാരെയോ വീട്ടിലേക്ക് വരുത്താനാണ് അവൾ വേലക്കാരിയെ പറഞ്ഞു വിടുന്നതെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ ഒന്ന് തീരുമാനിച്ചു. എന്റെ ഭാര്യയെ കാണാൻ വരുന്നവനെ എനിക്ക് കാണണം. അന്ന് കാലത്ത് ഞാൻ മിനിയെ എക്സ്കർഷന് പോകാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടാക്കി. എന്നിട്ട് കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടു. ഒരു 9 മണിയോടെ ഞാൻ എസ്റ്റേറ്റിന്റെ പിന്നിലെത്തി. മെഷീൻ റൂമിൽ ഒളിച്ചിരുന്നാൽ ഏത് വഴിയിലൂടെ എന്റെ വീട്ടിലേക്ക് ആര് കടന്നു വന്നാലും അത് കണ്ടുപിടിക്കാമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പത്തര മണിയായപ്പോൾ വേലക്കാരി പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മുതൽ ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. വളരെ നേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. ഒരുപക്ഷെ
എന്റെ സംശയം തെറ്റായിരിക്കുമോ എന്നുവരെ ഞാൻ ആലോചിച്ചു. മൂന്ന് മണിയായപ്പോൾ എസ്റ്റേറ്റിന്റെ പിന്നിലൂടെ ഒരാൾ നടന്നു വരുന്നത് ഞാൻ കണ്ടു. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് റാംമോഹനായിരുന്നു. റാംമോഹൻ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് റാംമോഹനെ കുറിച്ച് മോശമായി പലതും കേട്ടിരുന്നെങ്കിലും അവൻ എന്റെ ഭാര്യയെ വശീകരിക്കാൻ മാത്രം നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വീടിന്റെ പിന്നിൽ റാംമോഹനെ കാത്ത് ഭവാനി നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി അകത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഏതൊരു ഭർത്താവിനും തോന്നുന്നത് എനിക്കും തോന്നി. അവനെ കൊല്ലണം. ഒരായുധവുമില്ലാതെ റാംമോഹനെ നേരിടാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്റെ തോക്ക് വീട്ടിനുള്ളിലുണ്ട്. പക്ഷേ അതെടുക്കുന്നത് എങ്ങനെ? കയ്യിൽ കിട്ടിയ ടാപ്പിംഗ് നൈഫുമായി നേരെ വീട്ടിലേക്ക് കയറി ചെന്ന് അവനെ കൊല്ലണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഭവാനിയുടെ മുന്നിൽ വെച്ച് അവനെ കൊന്നാൽ അവളായിരിക്കും എനിക്കെതിരായ ആദ്യത്തെ തെളിവ്. അത് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. മാത്രവുമല്ല, ഒരു ചെറിയ ടാപ്പിംഗ് നൈഫുമായി അവനെ നേരിട്ടാൽ ഒരുപക്ഷെ ഞാൻ പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒരു തോക്ക് കൈക്കലാക്കണമെന്ന് മാത്രമായി എന്റെ ചിന്ത. എസ്റ്റേറ്റിന്റെ പിന്നിൽ വെച്ച് റാംമോഹനെ ആരുമറിയാതെ വെടിവെച്ച് വീഴ്ത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എസ്റ്റേറ്റിന്റെ പിന്നിലെ പഞ്ചായത്ത് റോഡിലേക്ക് കടക്കുമ്പോൾ റാംമോഹന്റെ കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഫ്രണ്ട് മേജർ വർമ്മയുടെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കുക എന്നതായി എന്റെ ചിന്ത. ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് റാംമോഹൻ തിരിച്ചു പോകാനിടയിലെന്ന് ഞാൻ ഊഹിച്ചു. വർമ്മയുടെ വീട് അല്പം അകലെയായിരുന്നെങ്കിലും 5 മണിയോടെ തോക്കുമായി തിരിച്ചെത്താം എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് കാറെടുത്ത് ഞാൻ നേരെ വർമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ വർമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. തോക്ക് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോഴും ഞാൻ ഒന്നേ ആലോചിച്ചുള്ളൂ, എങ്ങനെയെങ്കിലും റാംമോഹനെ കൊല്ലണം. ഞാൻ എസ്റ്റേറ്റ് റോഡിലെത്തിയപ്പോൾ റാംമോഹന്റെ കാർ അവിടെ ഇല്ലായിരുന്നു. റാംമോഹൻ രക്ഷപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാനായില്ല. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ കാർ ഓടിച്ചു. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു. മനസ്സ് നിറയെ റാംമോഹനോടുള്ള പക മാത്രമായിരുന്നു. എങ്ങനെയോ അവസാനം ഞാൻ ബാറിലെത്തി. എല്ലാം മറക്കാൻ വേണ്ടി ഞാൻ കുടിച്ചു. പക്ഷേ ഒന്നും മറക്കാൻ പറ്റിയില്ല. എങ്ങനെ റാംമോഹനെ വകവരുത്തണമെന്ന് മാത്രം ആലോചിച്ച് ഞാൻ അവിടെ ഇരുന്നു. രാത്രി 10:30 മണിയോടെ ഞാൻ വീട്ടിലെത്തി. രാവിലെ പത്രം വായിച്ചപ്പോഴാണ് മിനി പോയ ബസ് ആക്സിഡന്റ് ആയ വിവരം അറിഞ്ഞത്. പിന്നെ അവളെ കാണാനില്ലെന്നറിഞ്ഞു. അവൾ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. പക്ഷേ ഇന്ന് രാവിലെ പത്രത്തിൽ നിന്നാണ് മിനി എസ്റ്റേറ്റ് കവലയിൽ 4:30 മണിക്ക് ബസ് ഇറങ്ങിയതിന് തെളിവുണ്ടെന്ന് മനസ്സിലായത്.
എനിക്കെല്ലാം വ്യക്തമായി. റാംമോഹൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരിക്കണം അവൾ അവിടെ എത്തിയത്. അവൾ എല്ലാം കണ്ടു കാണും. രഹസ്യം പുറത്താകാതിരിക്കാൻ വേണ്ടി റാംമോഹൻ അവളെ കൊന്നു കാണും. എനിക്കെല്ലാം ബോധ്യമായെങ്കിലും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഭാര്യയുടെ ചാരിത്രം പരിശോധിക്കാൻ ഭർത്താവ് ഒളിച്ചിരുന്നെന്ന് പോലീസിനോട് പറയണോ? പറഞ്ഞില്ലെങ്കിൽ റാംമോഹൻ രക്ഷപ്പെടും. അവൾ ചെയ്തതെല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെടരുത്. ഒടുവിൽ പേര് പറയാതെ ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്തു. പോലീസ് റാംമോഹനെ പിടിച്ചാൽ എല്ലാം തെളിയും. ഇതാണ് സത്യം. റാംമോഹനാണ് എന്റെ മകളെ കൊന്നത്. റാംമോഹനാണ്. റാംമോഹൻ. മേനോൻ പറഞ്ഞത് മുഴുവനായി വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. മിനി വന്ന് വെല്ലടിച്ചപ്പോൾ റാംമോഹൻ പിന്നിൽ കൂടി രക്ഷപ്പെടാനല്ലേ സാധ്യത? സാർ, മിനി അവരറിയാതെ വീട്ടിനകത്ത് ചെന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മിനി വീട്ടിലെത്തുന്നത് 4:30ക്കും 5:00നും ഇടയ്ക്കാണ്. പവർ കട്ടുള്ള സമയമായതുകൊണ്ട് ബെല്ല് വർക്ക് ചെയ്തിരിക്കില്ല. ആ എക്സ്പ്ലനേഷൻ ശരിയാണ്. പക്ഷെ റാംമോഹൻ ആയിരിക്കില്ല കൊല നടത്തിയത്. അയാൾക്ക് 5:30 മണിക്ക് മുമ്പേ ഡെഡ് ബോഡിയുമായി എസ്റ്റേറ്റിലൂടെ പോകാൻ പറ്റുമോ? സാർ, അത് പിന്നീട് ഒന്ന് മാറ്റിക്കൂടെ? അയാളുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട്. ആകാം. പക്ഷെ ബോഡി അവിടെ ഇട്ടിട്ട് രാമോഹന് പോകാൻ കഴിയുമോ? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് പോയിക്കൂടെ? പോകാം. പക്ഷെ അതിനുശേഷമുള്ള രാമോഹന്റെ പെരുമാറ്റവും ശ്രദ്ധിക്കണം. 5:15 മണിക്ക് അയാൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോ 4:45 അയാൾ മേനോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. മിനി 4:30 മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. കൊല ചെയ്തത് റാംമോഹനാണെങ്കിൽ അത് 4:30ക്കും 4:45നും ഇടയ്ക്കായിരിക്കണം. പക്ഷെ അതിനുശേഷമുള്ള റാംമോഹന്റെ നീക്കങ്ങൾ ആ വഴിക്ക് സൂചന നൽകുന്നില്ല. അയാളുടെ പെരുമാറ്റം ഒരു കൊലപാതകിയുടേതായിരുന്നുമില്ല. വീട്ടിൽ ചെന്ന് കുളിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നതിനെ പറ്റി ഡെഡ് ബോഡി മറവയുന്നതിന് മുമ്പേ അയാൾക്ക് ആലോചിക്കാൻ പറ്റുമോ? 7 മണിക്കും 8:30ക്കും ഇടയ്ക്കാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ അയാൾ രാജഗോപാലിന്റെ കാറന്തിന് വാങ്ങി. അതിനു മുമ്പ് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആരാണ് റാംമോഹന് തുടർച്ചയായി ഫോൺ ചെയ്തത്? മിക്കവാറും ഇങ്ങനെയായിരിക്കണം സംഭവിച്ചത്. മിനി എസ്റ്റേറ്റ് കവലയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഇതാണെങ്കിൽ എന്നോട് വരാൻ പറഞ്ഞു. 4:30 കഴിഞ്ഞു എനിക്ക് പോണം. സന്ധ്യ കഴിഞ്ഞിട്ട് പോയാൽ മതി. 8 മണിവരെ ആരും വരില്ല. പോകാൻ ഇഷ്ടമായിട്ടാണോ? ഓഫീസിൽ നിന്ന് 5-6 ഫയൽ എടുക്കണം. നാളെ തിരുവനന്തപുരത്തിന് കൊണ്ടുവേണ്ട. എങ്കിൽ ഫയൽ എടുത്തോണ്ട് വരായിരുന്നില്ലേ? നന്നായി. എന്നിട്ട് അതെങ്ങാനും ഇവിടെ വെച്ച് മറക്കണം. നിന്റെ മേനം വന്ന് കാണുകയും ചെയ്യണം. എന്ന് വേണമെങ്കിലും വരാം. ഇവിടെ അച്ഛനെ മോളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി. മിനിയെ വെക്കേഷനിൽ എന്റെ വീട്ടിൽ വിടും. അപ്പോ സൗകര്യമായിരിക്കും. വെരി ഗുഡ്. മേനോനെ ഞാൻ ഒഴിവാക്കിയെടുത്തോളാം. എന്നാ ഞാൻ പോട്ടെ. തിരുവനന്തപുരത്തുനിന്ന് എന്നെ വിളിക്കോ? ആ, ഞാൻ പോട്ടെ. വരട്ടെ. ആ.
നേരമായി. ബെല്ലടിക്കാമായിരുന്നില്ലേ? എങ്കിൽ റാംമോഹൻ അങ്കിളിനെ പുറകിൽ കൂടി ഇറക്കി വിടാമായിരുന്നു അല്ലേ? മിനി, എനിക്ക് ഒരബദ്ധം പറ്റിപ്പോയി മോളെ. നീ ഇതാരോടും പറയരുത്. സ്കൂൾ അടയ്ക്കുമ്പോ എന്നെ വീട്ടുവിടാം, അപ്പൊ നല്ല സൗകര്യമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മോളെ. നിനക്കതൊക്കെ പറഞ്ഞ മനസ്സിലാവില്ല. മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ എനിക്കുമായി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. അച്ഛനമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയോ? എന്നിട്ടും വേണ്ട, എല്ലാം അച്ഛൻ അറിയട്ടെ. വേണ്ട മോളെ, അച്ഛനോട് പറയരുത്. അച്ഛനറിഞ്ഞ എന്നെ കൊന്നുകളയും. കൊല്ലട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ അച്ഛനെ കൊല്ലും. മിനി, മിനി, അച്ഛനോട് പറയരുത്. ഞാൻ പറയും. പറയരുത്. പറയരുതെന്നാ പറഞ്ഞത്. ഞാൻ പറയും. പറയോ? പറയും. നീ പറയോ? പറയും. പറയോ? 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 മിനി, മിനി, മോളെ, 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 മിനി, മോളെ, മിനി, മോളെ, മോളെ, അയ്യോ, അയ്യോ, മോളെ, 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 അയ്യോ, എന്റെ മോളെ. മിസ്റ്റർ രാംമോഹൻ, ഡാഡി ഓഫീസിൽ നിന്നും വന്നിട്ടില്ല. ആരാ? ഹലോ രാംമോഹൻ. ഡാഡി കുളിക്കാ. ഡാഡി കുളിച്ചിട്ട് വരുമ്പോ അവിടെ ഇരിക്കാൻ പറയൂ. ആരാന്ന് പറയണം? ആരാ?
യെസ്, ഞാനാണ്. രാമോഹൻ പോകുന്നതിന് മുമ്പ് മിനി വന്നു. അവൾ എല്ലാം കണ്ടു. എന്നിട്ട് മിനിയെ ഞാൻ അല്ല, അവൾ മരിച്ചു. രാമോഹൻ ഉടനേക്ക് വരണം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ബുദ്ധിപൂർവ്വം പെരുമാറണം. എവിടെയാണ്? മിനിയുണ്ടോ? റോങ് നമ്പർ.
ഇങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. ഇല്ല, അവൾക്കത് ചെയ്യാൻ കഴിയില്ല. ഇല്ലെങ്കിൽ നല്ലത്. പക്ഷെ മിസ്സിസ് മേനോനെ ചോദ്യം ചെയ്താലേ അതറിയാൻ പറ്റൂ. നമുക്ക് അങ്ങോട്ട് പോവാം.